ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് എന്ന പകല് നമുക്കായി തന്നിരിക്കുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത്, കരുതലിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. ദൈവം നമ്മളെ കരുതിയ കരുതൽ, സ്നേഹം അത് വലുതാണ്. ഓരോ ആഴ്ചയിലും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നമ്മളെ ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സ്നേഹമാണ്. എൻ്റെ ആരാധനയിൽ ഇവൻ ഉണ്ടാവണം. ഇവൻ ആരാധിക്കുമ്പോൾ അവൻ നന്ദി പറയണം, എന്നെ സ്തുതിക്കണം. അപ്പോഴവനെ എനിക്ക് അനുഗ്രഹിക്കാൻ തോന്നണം. കർത്താവ് പറയുക, എനിക്ക് അനുഗ്രഹിക്കാൻ തോന്നും. കാര്യം എന്തോ, നമ്മൾ സ്തുതിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ ആർക്ക് അനുഗ്രഹിക്കാൻ തോന്നും? ദൈവത്തിന് അനുഗ്രഹിക്കാൻ തോന്നും. അപ്പൊ ഓരോ സൺഡേ സർവീസിനകത്ത് നമ്മൾ കൂടപ്പുറപ്പുകളായ ദൈവമക്കളായ നമ്മളെല്ലാം ഒന്നിച്ച് വന്നിരിക്കുമ്പോൾ, ദൈവത്തിന് നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കുവാൻ ആർക്ക് തോന്നും? ദൈവത്തിന് തോന്നും. അതുപോലെ ഞാനൊരു കാര്യം പറയാം. ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ സ്തോത്രം, കണ്ണുകൾ അടക്കണം, കരമടിക്കണം, കരമടിച്ച് അങ്ങ് ആരാധിക്കണം. കാര്യം എനിക്ക് ദൈവം തന്ന 2 കയ്യാണ്, എനിക്ക് ആരാധിക്കണം. എനിക്ക് തന്ന മനസ്സാണ്, എനിക്ക് ദൈവത്തെ ആരാധിക്കണം. എൻ്റെ ശരീരത്തിന്റെ ഓരോ അവയവും എൻ്റെ ദൈവം തന്നതാണ്. ഇതെല്ലാം ആരാധനയ്ക്കകത്ത് എന്ത് ചെയ്യണം? എനിക്ക് ദൈവത്തിനെ ഉപയോഗിക്കണം, അതിനെന്നെ ബലപ്പെടുത്തണം എന്ന് പറഞ്ഞ് നമ്മൾ ആരാധിക്കുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആരാധന കേൾക്കുന്നത്, ദൈവം നമ്മളെ മാനിക്കുന്നത്. 2 കൈ കൊണ്ടിട്ട് കൈയടിക്കാതിരുന്ന ദൈവം മാനിക്കൂ. സ്തോത്രം. അത് മനസ്സിലാക്കണം. 150 സങ്കീർത്തനം വായിക്കുമ്പോൾ പറയും, തപ്പിനോടും കിന്നാരത്തോടും കൈതാളങ്ങളോടും ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. മനസ്സുകൊണ്ട്, ഉച്ചത്തോടെ ദൈവത്തെ ആരാധിക്കണം. നമ്മൾ ആ ചിത്തത്തോട് ദൈവത്തെ ആരാധിക്കുന്ന എന്തുവാ? ജീവനുള്ള ദൈവത്തെ നമുക്കറിയാം. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആരാ? ജീവനുള്ള ദൈവത്തെ. ആ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ സന്തോഷത്തോടെ ആരാധിക്കുന്നത്. സന്തോഷത്തോടെ ആരാധിക്കുമ്പോൾ ശബ്ദമല്ല എന്ത് ചെയ്യും? പുറത്തു വരും. ഇല്ലയോ? പുറത്തു വരും. ആ ആരാധനയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ഇന്ന് പകല് ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് സ്തോത്രം, കഴിഞ്ഞ രാത്രിയിൽ അല്ലെങ്കിൽ സ്തോത്രം, യഥാർത്ഥമായിട്ട് പറഞ്ഞ കഴിഞ്ഞ രാത്രിയില് മൊബൈലെല്ലാം ചൂണ്ടി ഇരുന്ന് സമയം കളഞ്ഞിട്ട് രാവിലെ ആരാധനയ്ക്ക് വന്നിരുന്ന് ഉറക്കക്ഷീണം കാണിച്ചാൽ ദൈവം നിശ്ചയമായി ചോദിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മളെ പ്രശ്നത്തിനകത്ത് നമുക്ക് പരിഹാരം നൽകുവാൻ ഒറ്റ ഒരാൾക്ക് കഴിയത്തുള്ളൂ. ആർക്കാണ്? യേശുപതിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശുപതിന് മാത്രമേ നമ്മുടെ സകല വിഷയത്തിനകത്ത് പരിഹാരം നൽകുവാൻ കഴിയുന്നു. അപ്പൊ നമ്മൾ ആരെ ആശ്രയിക്കണം? യേശുപതിനെ ആശ്രയിച്ചോണം. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്. ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നാറുണ്ട്, ഇല്ലയോ? നമുക്ക് എല്ലാവരും ഉണ്ട്, പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടെന്ന് തോന്നാറുണ്ട്. ചിലപ്പം ഭാര്യ നമ്മളോട് കാണത്തില്ല, ചിലപ്പോൾ ഭർത്താവ് നമ്മളോട് കാണത്തില്ല, മക്കള് നമ്മളോട് കാണത്തില്ല. ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന ചില സമയങ്ങളും. ഈ ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന സമയം ദൈവം എന്തിനാ തരുന്നത്? എന്തിനാണ് നമുക്ക് ഈ ഒറ്റപ്പെട്ടെന്ന് പറയുന്ന സമയം ദൈവം തരുന്നത്? ഒന്ന് ഞാൻ പറയാം. ചില സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടെന്ന് പോകുന്ന ചില സമയം എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒറ്റപ്പെട്ടെന്ന് പറയുന്ന ചില അവസ്ഥകൾ ദൈവം എനിക്ക് തന്നെ. അപ്പൊ ദൈവനോട് എന്തിനാ തന്നെ? എടാ, നിനക്ക് ഞാനുണ്ടെന്ന് നിന്നെ തിരിച്ചറിയിക്കാനാണ് എനിക്ക് ഒറ്റപ്പെട്ട സ്ഥലം. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരെല്ലാം കളഞ്ഞിട്ട് പോകുന്നൊരു കാലം, കളഞ്ഞിട്ട് പോകുന്നൊരു നിമിഷവും. പക്ഷെ അവിടെ ആരേ ഉള്ളൂ? എനിക്ക് പറയാൻ പറ്റും, ഞാൻ എപ്പോഴും സുനിതയുടെ കൂടെ കാണുന്നു പറയാൻ പറ്റും. ഈ ലോകത്തിൽ ഞാൻ മാറ്റപ്പെടേണ്ട സമയമുണ്ട്. എനിക്ക് മാറിയേ പറ്റത്തുള്ളൂ, എനിക്ക് പോയേ പറ്റുള്ളൂ. എപ്പോഴും ഞാൻ കാണുന്നു പറയാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് പോകേണ്ട സ്ഥലങ്ങളുണ്ട്, എനിക്ക് അവിടെല്ലാം പോയേ പറ്റത്തുള്ളൂ. എനിക്ക് കർത്താവ് എന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, അതെല്ലാം എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. മാറിയേ പറ്റും. പക്ഷേ നീ മരിച്ചാലും, നീ ജീവിച്ചാലും, നീ ഉയർത്തെഴുന്നേറ്റാലും ആരേ ഉള്ളൂ? കർത്താവ് മാറിപ്പോയി പോയി. കർത്താവ് അതുകൊണ്ട് ഈ ഒറ്റപ്പെട്ട ചില അവസ്ഥകൾ തരുന്നത് ആരുണ്ട്? ദൈവമുണ്ട്. അതൊന്ന് രുചിച്ചറിയാനാ തരുന്നത്. ഉടനെ നമ്മളങ്ങ് ഗുരു കൊടുക്കും. ഉടനെ നമ്മള് പരാതി പറയാൻ തുടങ്ങും. പരാതി പറയല്ലേ? അയ്യോ, എന്റെ മക്കൾ എന്നെ നോക്കിയില്ല,
മക്കളുണ്ടാവുന്ന മുമ്പേ കർത്താവ് നിന്നെ തെരഞ്ഞെടുക്കണം. എന്റെ ഭർത്താവ് എന്നെ നോക്കിയില്ല, എന്റെ അപ്പൻ എന്നെ നോക്കിയില്ല, എന്റെ അമ്മ എന്നെ നോക്കിയില്ല, എന്റെ ഭാര്യ എന്നെ നോക്കിയില്ല. ഇതിനെല്ലാം മുമ്പേ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്. ഇവരെല്ലാം നിനക്ക് തരുന്ന മുമ്പേ തെരഞ്ഞെടുത്ത വചനം പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുമാകുന്ന മുമ്പേ നിന്നെ പേർ ചൊല്ലി വിളിച്ചു. ആ വാക്യം മറന്നുപോകല്ലേ. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്ന മുമ്പേ, ഇന്ന കുടുംബത്തെ ഇന്ന ആളുടെ മകളാവുന്ന മുമ്പേ ആര് തെരഞ്ഞെടുത്ത? അപ്പൊ ആർക്ക് അവകാശം? നമ്മളെ മേൽ അപ്പനും അമ്മയ്ക്കാണ് അവകാശം, കുടുംബത്തിനാണ് അവകാശം, ഭർത്താവിനാണ് അവകാശം, ഭാര്യയ്ക്കാണ് അവകാശം. നമ്മുടെ മേൽ അവകാശം ഒറ്റ ഒരാൾക്കുള്ളത് കർത്താവായ യേശുവിനാണ്. നമ്മുടെ മേൽ അവകാശമുള്ള ആർക്കാ? നസറേനായ യേശുവിനാണ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, ഒറ്റപ്പെടുന്നത് നല്ലതാണ്. അപ്പോഴാണ് നമ്മൾ ദൈവത്തെ രുചിച്ചറിയുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, അയ്യോ ആരെങ്കിലും എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, എനിക്ക് ആര് മതി? എന്റെ ദൈവം മതി, ദൈവം മതി. സ്തോത്രം, ദൈവം മതി. ആ വിശ്വസിക്കുന്ന ദൈവജനത്തെ ആര് കൈവിടത്തില്ല? കർത്താവ് കൈവിടത്തില്ല. സ്തോത്രം. അപ്പൊ ഒറ്റപ്പെടുമ്പോഴ് അല്ലെങ്കിൽ പ്രതികൂലം വരുമ്പോൾ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ, പ്രതികൂലം വരുമ്പോഴ് പുറകെ ദൈവമക്കളെ, പ്രതികൂലം വരുമ്പോൾ നീ പുറകെ, ആ പ്രതികൂലം വരുമ്പോൾ നീ പറഞ്ഞോണം, നിന്റെ വാഗ്ദത്തം നിവർത്തിയാവാൻ സമയമായി. എന്റെ ഈ പുറകുറിപ്പിനായി എന്റെ വാഗ്ദത്തം ഞാൻ തന്നെ താമസപ്പെടുത്താൻ ഇടവരുത്തല്ലേ. അതിനു വേണ്ടി പിശാച് കൊണ്ടുവരുന്ന പ്ലാന ഈ പുറകുറിപ്പിനകത്ത് ഞാൻ വീഴത്തില്ല. ഞാൻ ദൈവത്തെ മുറുകി പിടിക്കുക, ഞാൻ ജയം പ്രാപിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സാക്ഷ്യങ്ങൾ കേട്ടു. സ്തോത്രം. മഞ്ജുസിന്റെ സാക്ഷ്യം വലിയ സാക്ഷ്യമാണ്. സ്തോത്രം. ദൈവം അനുഗ്രഹപ്പെട്ട ഭവനം കൊടുത്തു, അനുഗ്രഹപ്പെട്ട വാഹനം കൊടുത്തു. സ്തോത്രം. ഇതെല്ലാം വില കൊടുത്തിട്ടാ കിട്ടി. ചുമ്മാണോ? പൈസയല്ല, ദൈവത്തിന്റെ സതി വില കൊടുത്തിട്ട്. പൈസ രണ്ടാമത്തെ കാര്യമാണ്. ദൈവസതി വില കൊടുത്തപ്പോഴാ കിട്ടിയത്. സ്തോത്രം. അതുപോലെ ദൈവമക്കൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹത്തിനകത്ത്, ദൈവമക്കൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹത്തിനകത്ത് മനുഷ്യരെ പ്രശംസിക്കാൻ ആരും സമ്മതിക്കത്തില്ല, ദൈവം സമ്മതിക്കും. സ്തോത്രം. സാമ്പത്തികമായ ചില അവസ്ഥകളിലോ ലോൺ എടുക്കുന്നതിനകത്തെല്ലാം ചില സാമ്പത്തിക തടസ്സം വന്നപ്പോൾ സ്തോത്രം, അന്ന് വൈകിട്ട് ആർക്ക് പൈസ കൊടുക്കണം? ആ വീടിന്റെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അത് കിട്ടത്തില്ല. നിങ്ങൾ കൊടുത്ത അഡ്വാൻസ് വരെ പോകുന്നു. ഇത് ഈ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ സുരേന്ദ്രൻ പറഞ്ഞു, പറ ഒന്നും പോണ്ട, വൈകിട്ട് മുമ്പേ പൈസ കിട്ടും, പൈസ അക്കൗണ്ടിൽ വരും, നമ്മളത് തിരിച്ചു കൊടുക്കും. സ്തോത്രം. സുരേന്ദ്രൻ പറഞ്ഞു, ഞാൻ പറയത്തില്ല, കാര്യം അത്യാവശ്യമില്ല, ഇപ്പൊ എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞു, ഇല്ല സുരേന്ദ്രൻ, പറയാം, ഇന്ന് വൈകിട്ട് മുമ്പേ കിട്ടുമെന്ന് പറഞ്ഞു. ഞാനും പോയി. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ ഈ വിഷയം പറഞ്ഞിട്ട് ഞാനും പോയി. മഞ്ജുസ്വല്ല അഡ്വാൻസ് ആയിട്ട് വൈകിട്ട് എന്തോ ചെയ്യും? അയ്യോ അത് പോയാൽ എന്തോ ചെയ്യും? എന്തോ ചെയ്യും? കൊടുത്ത അഡ്വാൻസ് കൂടെ പോകും എന്നോർത്ത് എന്ത് ചെയ്തു? സ്വർണ്ണമെല്ലാം കൊണ്ട് പണയം വെച്ച് തിരിച്ചു വന്നപ്പോഴേ ഈ പൈസ വന്നു. സ്വർണം പണയം വെച്ച് കുറച്ച് എന്തായാലും അന്ന് തന്നെ പോയി തിരിച്ചെടുത്തു. സ്തോത്രം. ആർക്കും പ്രശംസിക്കാൻ ഇടവരുത്തിയില്ല. തിരിച്ചു അപ്പോഴേ കൊണ്ട് കൊടുത്തു, തിരിച്ചു കൊണ്ട് കൊടുത്തു. ഞാൻ സുരേന്ദ്രനോട് ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ, ഇന്ന് വൈകിട്ടിന് മുമ്പേ അത്ഭുതം ചെയ്യും. അങ്ങനൊന്നും പറഞ്ഞ പക്ഷെ ചിലപ്പോൾ സമയം പോയാൽ എന്ത് ചെയ്യും? സമയവും കാലവും എല്ലാം തികച്ച് അളഞ്ഞു വെച്ചിരിക്കുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. എന്റെ കാലവും എന്റെ സമയവും എന്റെ തീയതികളും എല്ലാം ആർക്കളന്നു വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ടതാണെങ്കിൽ അത് കിട്ടും, അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. എനിക്ക് എന്നെ നഷ്ടപ്പെടുത്തുന്ന ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്, എനിക്ക് ലാഭം തരുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ഒന്ന് പകരം തിരിച്ചറിയും, എനിക്ക് ലാഭം തരുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്, നഷ്ടം തരുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്, എനിക്ക് ലാഭം തരുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ഹൃദയത്തിനകത്തൊന്ന് വിളിച്ചു പറ, ഹൃദയത്തോട് നല്ലത് പറ, എനിക്ക് ലാഭം തരുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്, എനിക്ക് നഷ്ടം തരുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. മറ്റൊരുവന് നമ്മുടെ നന്മയ്ക്കകത്ത് പ്രശംസ എടുക്കാൻ ആരും സമ്മതിക്കത്തില്ല. ദൈവമക്കൾക്ക് തരുന്നതിനകത്ത് എല്ലാ പ്രശംസ ആരെ എടുക്കത്തുള്ളൂ? ദൈവമേ എടുക്കത്തുള്ളൂ. ഇന്ന് പകലൊന്ന് തിരിച്ചറിയും. മറ്റൊരുത്തർ ഞാനല്ലേടെ ഇയാളെ സഹായിച്ച് എന്തു പറയാൻ ആരും സമ്മതിക്കത്തില്ല, കർത്താവ് സമ്മതിക്കത്തില്ല.
ആ ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്. അഥവാ അങ്ങനെ പറയാൻ ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പോരായ്മ കൊണ്ട്, നമ്മളെ എടുത്തിയാട്ടം കൊണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ സ്തോത്രം, ആ ഭവനം കിട്ടി, വാഹനം കിട്ടി, വാഹനം കിട്ടാൻ ഇച്ചിരി തടസ്സം വന്നു. എന്തുകൊണ്ട് തടസ്സമായത്? ചിലത് എടുത്ത് കളയാനുണ്ടായിരുന്നു. അത് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഭയമില്ലാതെ അത് വിളിച്ചു പറഞ്ഞു. അത് ഭയത്തോടെ ആദ്യം നിന്ന്, പക്ഷെ ഭയമില്ലാതെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് എടുത്തു മാറ്റിയപ്പോൾ വാഹനം ഇല്ലയോ? അനുഗ്രഹപ്പെട്ട വാഹനം, അനുഗ്രഹപ്പെട്ട ഭവനം കൊടുത്തു. ഇനി അവർക്ക് താമസവും അനുഗ്രഹമാവട്ടെ. അതിനുമേലുള്ള ലോണെല്ലാം സ്മൂത്തായിട്ട് പോട്ട്. അതുപോലും അവർ അറിയല്ലേ, അയ്യോ ഞാൻ എടുത്തത് എങ്ങനെ പോയെന്ന് അറിയില്ല. ആ രീതി സ്മൂത്തായിട്ട് ദൈവം എല്ലാം ചെയ്യട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് പ്രിയ ദൈവമക്കളെ, ഞാൻ വീണ്ടും പറയുക, നഷ്ടം തരുന്ന ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്, ലാഭം തരുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ലാഭം തരുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. കർത്താവേ, ഞാൻ ഇത് എടുത്തത് കൊണ്ട് ഞാൻ അനുഭവിക്കും. നീ എടുത്തത് കൊണ്ടാ ഇന്ന് നീ ഭാഗ്യം ചെയ്യുന്നത്. നിന്റെ അവസ്ഥ ശവക്കുഴിയായിരുന്നു, നാറ്റത്തിന്റെ അവസ്ഥയായിരുന്നു. നിന്റെ അടുത്തോട്ട് അടുക്കാൻ കഴിയാത്ത രീതിയിൽ നാറ്റത്തിന്റെ അവസ്ഥയായിരുന്നു. യേശു നിന്റെ ഭവനത്തിൽ വന്നപ്പോഴാണ് സുഗന്ധമായത്. യേശു നിന്റെ ഭവനത്തിൽ വന്നപ്പോഴാണ് പലരും നിന്നെ നോക്കാൻ തുടങ്ങിയത്, പലരും നിന്നെ കാണാൻ തുടങ്ങിയത്, നിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയത്. ഇതിനെല്ലാം കാരണം യേശു നിന്റെ ഭവനത്തിനകത്ത് വന്നിട്ടില്ല. യേശു നിന്റെ ജീവിതത്തിനകത്ത് വന്നിട്ടില്ല. യേശു എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അതിന് മുമ്പേ എന്റെ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അതിനു മുമ്പേ എന്നെ ഒന്നിനെ കൊള്ളത്തില്ല, ഒന്നിനെ കൊള്ളത്തില്ല. സ്തോത്രം. ഓർത്തോ, എന്റെ യേശു എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ആ ബോധ്യം നമുക്ക് ഉണ്ടാവണം. ആ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മയാളെ മനോജ് പറഞ്ഞപ്പോൾ ആ സാക്ഷ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. തങ്കമനസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു സാക്ഷ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം എന്തുവാ? ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ല ഇവിടെ പോവാൻ, എങ്കിൽ ദൈവം ഞങ്ങളെ അറിയിച്ചു. സ്തോത്രം. ഇതെല്ലാം ആരുടെ യോഗ്യതയാ? ഇതെല്ലാം ആരുടെ യോഗ്യത കൊണ്ട് കിട്ടിയതാ? യേശുവിനെ സ്വീകരിച്ചെന്നുള്ള യോഗ്യത കൊണ്ട് കിട്ടിയതാ. അതുകൊണ്ട് പറഞ്ഞേ, യേശു ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നഷ്ടത്തിന്റെ ദൈവമല്ല, യേശു ലാഭത്തിന്റെ ദൈവമാണ്. നമ്മളെ ലാഭമാക്കുന്നവനാണ് യേശു. കഷ്ടത്തിൽ തള്ളിയിട്ടിട്ട് മാറി നിൽക്കുന്നവനല്ല യേശു. ദൈവസന്നിധിയിൽ മുട്ടിപ്പാട്ട് അമ്മയെ മുട്ടു മടക്കിയിരുന്ന് ദൈവത്തോട് നിലവിളിക്കാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവത്തോട് മുട്ടി ദൈവത്തോട് നിലവിളിച്ച് യാചിക്കാതെ ദൈവം നിനക്കായി ഒരു ഓപ്പൺ ചെയ്യത്തില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. മുട്ടിയാൽ തുറക്കുന്നവനാകുമോ, യാചിച്ചാൽ കേൾക്കുന്നവനാകുമോ എന്ന് പകല് ദൈവത്തിന്റെ ദൂതി ഞാൻ വിളിച്ചു പറയാം. ദൈവത്തിന്റെ സന്നിധി നമ്മ മുഴങ്ങാതെ മടക്കിക്കോണം. നീ ദൈവത്തെ കീഴ്പ്പെടേണ്ടത്, മനുഷ്യനെ അല്ല കീഴ്പ്പെടേണ്ടത്, മനുഷ്യനെ അല്ല നീ ഭയപ്പെടേണ്ടത്, മനുഷ്യനെ അല്ല നീ സ്നേഹിക്കേണ്ടത്, ദൈവത്തെ സ്നേഹിക്കേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്നവന് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും. പാപം ചെയ്യത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? പാപം ചെയ്യത്തില്ല. പാപ ചിന്തകൾ വരത്തില്ല, പാപ ബുദ്ധി വരത്തില്ല. അവന്റെ മേലെ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യും? പരിവർത്തിച്ചുകൊണ്ടിരിക്കും. അവനെ ദൈവം എന്ത് ചെയ്യും? അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു, എങ്കിലും അതൊന്ന് വായിച്ചു തുടങ്ങാം. സ്തോത്രം. കണ്ടോ? യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാപബോധം വരുത്തിക്കൊണ്ടിരിക്കുന്നു. മാനസാന്തരത്തിന്റെ നല്ല ഫലമാണ് എന്ത്? സ്നാനം. സ്നാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? മാനസാന്തരത്തിന് നല്ല ഫലം. യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അനേകർ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ മാനസാന്തരത്തിലെ ഫലം കഴിക്കുവാൻ വേണ്ടി അവരുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആരാൽ സ്നാനപ്പെടുക? യോഹന്നാൻ സ്നാപകനാൽ സ്നാനപ്പെടുക. പുതിയ സൃഷ്ടിയായിക്കൊണ്ടിരിക്കുക. ഒരു ഭാഗ്യമാണ്. എന്തുവായിക്കൊണ്ടിരിക്കുക? പുതിയ സൃഷ്ടിയായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പുതിയ സൃഷ്ടിയായിക്കൊണ്ടിരിക്കുക. അവർക്ക്
ഈ പ്രസംഗം കേട്ടപ്പോൾ ഈ മാനസാന്തരത്തിന് ഫലം കായ്ക്കുന്നത് ആരാ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, ആ വചനം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കണം. അവരവരുടെ പാപത്തെ ഏറ്റു പറഞ്ഞു പുതിയ സൃഷ്ടിയായി അവർ സ്നാനപ്പെട്ട് പുതിയ വ്യക്തികളായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലവരിത് കേട്ട് വരുമോ? ആരാ? പരീശന്മാരും സദൂക്കരും. സ്തോത്രം. ചിലർ ഓരോന്നും കേൾക്കുമ്പോൾ ചാടി വീഴും. അത് നല്ലതാണോ ചീത്തയാണെന്നോ അറിയുന്നില്ല. എന്തോ ചെയ്ത് തന്നേക്കാം എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് അവർ വരുന്നത്. പക്ഷെ അവന്റെ മനസ്സിനകത്തിരിക്കുന്ന സകല നിരൂപണങ്ങളും ആർക്കറിയാം? കർത്താവിനറിയാം, ദൈവത്തിന്റെ പ്രവാചകൻ അറിയാം, ദൈവത്തിന്റെ ശുശ്രൂഷകൻ അറിയാം. അവർ കടന്നു വരുമ്പോൾ തന്നെ അവരെ വിളിക്കുക സർപ്പസന്തതികളെ. സ്തോത്രം. സർപ്പസന്തതി. അതിന് മുമ്പ് സ്നാനപ്പെട്ടവരെ ഒന്നും വിളിച്ചില്ല. അവരങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ അവരെ വിളിക്കുക സർപ്പസന്തതികളെ. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ നിങ്ങൾക്ക് ആരാണ് മുൻകൂട്ടി ഇത് പറഞ്ഞു തന്നത്? യോഹന്നാൻ ഉടായിപ്പാട്ട് വരുവാ കാര്യം എന്തുവാ? ഇനി സ്നാനപ്പെട്ടേക്കാം. ചിലവരെല്ലാം ഉണ്ട് പള്ളിക്കകത്തല്ല ഇരിപ്പുണ്ട്, ഒരുപാട് പള്ളി ഇരിപ്പുണ്ട്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പറയും ഞാനും സ്നാനപ്പെട്ടതാ. എന്തുവാ പ്രയോജനം? ആ സ്നാനപ്പെട്ട പുതിയ ആളാവണം. ചിലരോട് പറയാറുണ്ട് ഞങ്ങൾ സ്നാനപ്പെട്ടതാ. സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് സ്വർഗ്ഗത്തിൽ പോകത്തില്ല. സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വൈദ്യരാവത്തില്ല. സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് നീ പെന്തക്കോസ്ത് ആരാധനയ്ക്ക് പോയെന്ന് പറഞ്ഞു ദൈവത്തിന്റെ വൈദ്യരാവത്തില്ല. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നീ ആ പുതിയ രീതിയിലുള്ള ജീവിതം, പുതിയ രീതിയിലുള്ള കാഴ്ചപ്പാട്, പുതിയ രീതിയിലുള്ള കേൾവി, പുതിയ രീതിയിലുള്ള സംസാരം, പുതിയ രീതിയിലുള്ള നോട്ടം, പുതിയ രീതിയിലുള്ള പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നീ സ്നാനപ്പെട്ടിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്നാനപ്പെട്ടെന്ന് പറഞ്ഞത് കാര്യമില്ല. ഇന്ന് പൂർണ്ണമായി ചിലവർ ഓർത്തേക്കുന്നത് സ്നാനപ്പെട്ട് കഴിഞ്ഞ് എവിടെ പോവാന്ന്. സ്നാനപ്പെട്ടെന്ന് പറയുമ്പോൾ തുടങ്ങുക ആരുമായിട്ടുള്ള കരാറ്? യേശുമായിട്ടുള്ള കരാറ്. ഏത് കരാറ്? മണവാട്ടിയായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കും. മുദ്ര ഇട്ടേക്കുക. നമ്മളെ തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ പൈതലാക്കി മണവാട്ടിയാണ്. ആരുടെ മണവാട്ടി? യേശുവിന്റെ മണവാട്ടി. പിന്നെ മണവാട്ടിയുടെ ബുദ്ധിയിലല്ല ജീവിക്കേണ്ടത്, മണവാളിന്റെ ബുദ്ധിയിലാണ് ജീവിക്കേണ്ടത്. ആണോ? മണവാളൻ പറയണം. അന്തിമ തീരുമാനം ആരാ എടുക്കേണ്ടത്? മണവാളനാണ്, മണവാട്ടിയല്ല. മണവാട്ടിയാണോ തീരുമാനം എടുക്കുന്നത്? ഇന്ന് പല മണവാട്ടികൾ തീരുമാനം എടുക്കുന്നുണ്ടാണ് ഇന്ന് ചോദിക്കുന്നതുമായിട്ട് പലയിടത്തും നിൽക്കുന്നത്. അല്ലയോ? മണവാളനാണ് തീരുമാനം എടുക്കുന്നത്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യം കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ഒരു കാര്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയക്കകത്തും ടി വിക്കകത്തും എല്ലാം വീഡിയോയിലെല്ലാം ഉള്ള നല്ല ബുദ്ധിയുള്ള നല്ല കഴിവുള്ള അതുപോലെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കാണാത്ത ആരുമില്ല. ആ പ്രോഗ്രാം എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് ഉയർത്തി പറയുന്നുണ്ട്, പല ലീഡർമാർ ഉയർത്തി പറയുന്നുണ്ട്, പല ഉന്നതസ്ഥാനത്ത് ഇരിക്കുന്നവർ ബുദ്ധി പറയുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര ബുദ്ധിമാന, നിങ്ങൾക്ക് ഭയങ്കര കഴിവാ എന്നെല്ലാം പറയുന്നുണ്ട്. വേറെ ആരുമല്ല, സന്തോഷ് കുളങ്ങര എന്ന് പറയും. സ്തോത്രം. അദ്ദേഹത്തിന്റെ ചാനലുണ്ട്, പല രാജ്യങ്ങളിൽ പോയി കാണിക്കുന്ന ചാനലാണ്. ഭയങ്കര ബുദ്ധിമാനാണ്. പല രാജ്യങ്ങളിൽ പോയി പലതും കണ്ട് അവിടുത്തെ രാജ്യത്തിന്റെ നിയമങ്ങൾ കണ്ട് എല്ലാം പഠിച്ച് അതിനെപ്പറ്റി ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം കുറിച്ച് വിശദീകരിക്കുന്ന ഭയങ്കര കഴിവുള്ള മനുഷ്യനാണ്. ഞാനൊരു കാര്യം പറയാം, കൂടുതൽ അങ്ങ് ബുദ്ധിയായി കഴിഞ്ഞാൽ മനുഷ്യ എത്ര ബുദ്ധിയുള്ളവനായാലും അവസാനം എന്തെങ്കിലും മണ്ടത്തരം പറയും, എന്തെങ്കിലും മണ്ടത്തരം ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ വചനപ്രകാരം മാനസാന്തരപ്പെട്ട് പുതിയ സൃഷ്ടിയായി തീർന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമൈതൽ മണ്ടനാവത്തില്ല. അവരെല്ലാം എവിടുത്തെ വിധിയും വിജയം പ്രാപിക്കും. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം കേട്ടപ്പോഴാണ്, ദൈവമില്ല. ദൈവമില്ലെങ്കിൽ നീ അലവലാതി. എന്റെ ഭാഷയിൽ പറഞ്ഞ ദൈവമില്ലെന്ന് പറഞ്ഞാൽ നിന്റെ പേരെന്തുവാ? സന്തോഷ് കുളങ്ങരയല്ല, അലവലാതി എന്നാണ്. ദൈവമില്ലെന്ന്. എടാ, നീ ഇത്രയും കാര്യങ്ങളിൽ പോയിട്ട് ഇത്രയെല്ലാം കാര്യങ്ങൾ കണ്ടിട്ട് നിനക്ക് ദൈവമില്ലെന്ന് പറയാൻ പറ്റുമോ?
നിനക്ക് മനസ്സിലാക്കുന്നതെല്ലാം ദൈവത്തിന്റെ കൈവരമാണ്. അനേകം രാജ്യങ്ങളിൽ പോയി അനേകം സംസ്കാരങ്ങൾ കണ്ടു, അനേകം മനുഷ്യന്റെ രീതി കണ്ടു, മനുഷ്യന്റെ ഭാഷ കണ്ടു. ഇതൊന്നും മനുഷ്യനാൽ ഉണ്ടായതല്ല എന്ന് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ ആ രാജ്യത്തിൽ ചെന്നിട്ട് ഇതിന്റെ അടിസ്ഥാനം നോക്കണം. അടിസ്ഥാനം നോക്കി നോക്കി വരുമ്പോ പറയും, ബൈബിൾ പഠിപ്പിക്കും ഇത് എവിടെ നിന്നുണ്ടായതാണ്. സ്തോത്രം പറയുക. ദൈവമില്ലെന്ന് കാര്യം പുള്ളി പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. കാര്യമൊന്നും പറഞ്ഞാൽ ഇന്ന് പാവം ചെയ്ത ഇപ്പം തന്നെ അടിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ദൈവമില്ലെന്നേ വിശ്വസിക്കും. സ്തോത്രം. നല്ല കാര്യം, നല്ല ചിന്തകൾ. ഇന്ന് പാവം ചെയ്ത എന്ത് ചെയ്യണം? അപ്പോഴും തന്നെ ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പം കഷ്ടപ്പെട്ടോണ്ടിരിക്കും, ഇപ്പം തന്നെ വിടുതൽ കിട്ടണം, എങ്കിൽ ഞങ്ങൾ ദൈവം ഉണ്ടെന്ന് പറയും. സ്തോത്രം. അങ്ങനെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളൊന്നും കാണത്തില്ലായിരുന്നു, കാണുമായിരുന്നു. ദൈവം അടിക്കാൻ തുടങ്ങിയായിരുന്നെങ്കിൽ നമ്മൾ കാണുമായിരുന്നു. ദൈവം അടിക്കാത്ത എന്തുകൊണ്ടാ? ദൈവം അടിക്കേണ്ട ഒറ്റ വ്യക്തികളെയാ. ദൈവത്തിന്റെ സ്വരൂപത്തിനകത്ത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം സൃഷ്ടിച്ച ആദാമും ഹവ്വയും അവര് ചെയ്ത തെറ്റ്, ദൈവത്തോടെ കൂടെ നടന്നിട്ട് പോലും അവര് ചെയ്തിട്ട് ദൈവം ആ നിമിഷം ഒന്നും വെളിപ്പെട്ടില്ല. വെളിപ്പെട്ടോ? അവര് പാപം ചെയ്തു, വെളിപ്പെട്ടില്ല. വചനം പറയുന്നു, വെയിലാറിയപ്പോൾ അതുപോലെ സമയമായപ്പോഴാ ആര് വന്നത്? ദൈവം വന്നത്. അല്ലെങ്കിൽ ദൈവത്തിന് ആ നിമിഷം വന്നുകൂടെ? എന്താ കാര്യം എന്തുവാ? ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം ഇഷ്ടപ്പെട്ട മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മൃഗത്തെ ഒന്നുമല്ല ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മൃഗത്തെ ആരാധിക്കാനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ ആരാധിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലയോ? ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഏകനാണ്, അവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് അവനൊരു തുണയെ കൊടുത്തു. അവർക്ക് ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ പറ്റിയില്ല. ഇന്ന് പകല് പല പെന്തക്കോസ്ത് സഭയ്ക്കകത്തും പല പാസ്റ്റർമാർക്കും ദൈവമക്കൾക്കും സ്തോത്രം നമ്മൾക്കും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തതാ ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞു. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്തുവാണ്, ദൈവം നമ്മളെ മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് പലപ്പോഴും ആർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. തിരിച്ചറിയാത്തോണ്ട് നമ്മൾ പാപം ചെയ്തു. ദൈവം അവരെ സൃഷ്ടിച്ചു, അവര് പാപം ചെയ്തു. ദൈവം പറഞ്ഞ വാക്ക് അവർ പാലിച്ചില്ല. ദൈവം പറഞ്ഞ വാക്കിനെ അനുസരിക്കാതെ ഒരു പാപം ചെയ്തു. ആ കുളങ്ങര എന്ന് പറഞ്ഞ അലവലാന്ന് പറയുന്ന പോലെ ആണെങ്കിൽ ദൈവം അപ്പോഴും വന്ന് എന്ത് ചെയ്യുന്നു? അവിടെ ദഹിപ്പിച്ചു കളഞ്ഞു. വലിയ കളഞ്ഞു. കാര്യം എന്തുവാ? ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുന്നു. പിന്നെ അവർക്കൊരു അവസരവും കൊടുക്കുക. നീ ഭൂമിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കും. നിനക്ക് സുഖം കിട്ടിയപ്പോഴേ നീ പാപം ചെയ്ത് നീ കഷ്ടപ്പെട്ട് ജീവിക്കും. കർത്താവ് പരീക്ഷിച്ച് നോക്കുക. കഷ്ടത കൊടുത്തിട്ടും പാപത്തിൽ നിന്ന് മാറുന്നുണ്ടോ? പാപത്തിന്റെ പിന്നാലെ പോവുക. അല്ലയോ? സ്തോത്രം. ദൈവം അപ്പോഴും തന്നെ സൃഷ്ടിക്കാത്ത എന്തുകൊണ്ടാണ്? ചില രാജ്യത്തെ, ചില ദേശത്തിനകത്ത് ചില വ്യക്തികളെ, ചില ദുഷ്ടതകളെ ദൈവം അടിക്കാത്തതെന്ന് പറഞ്ഞാൽ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. ഒരു മാനസാന്തരം വീണ്ടും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അവർ ഏറ്റുപറച്ച് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ കൃപായുഗത്തിന്റെ കാലത്താണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ഈ കൃപായുഗം മാറും. നേരത്തെ പറഞ്ഞ പോലെ, പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഇറങ്ങി വരും ദൈവം. അപ്പോഴപ്പോഴായിരിക്കും, അപ്പോഴപ്പോഴും തീർക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലം അടുത്തോണ്ടിരിക്കുക. ദൈവവചനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. പല രാജ്യങ്ങളിൽ പല ദേശങ്ങളിൽ പോകുമ്പോഴേ ഓർക്കണം, ഇത് ദൈവത്തിന്റെ കരവിരുന്ന. ഇത് കാണുന്ന ഈ പ്രോഗ്രാം കാണുന്ന പലരും ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അയ്യോ, ഇങ്ങനെയുള്ള രാജ്യമുണ്ടോ, ഇങ്ങനെയുള്ള ഭാഷയുണ്ടോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നോ, അയ്യോ ഇതിന് ദൈവത്തിന് നന്ദി പറയുന്നു, അയ്യോ ദൈവം ഇങ്ങനെല്ലാം സൃഷ്ടിച്ചല്ലോ എന്നത് ദൈവത്തിന് നന്ദി. ഇത് ആ വീഡിയോ എടുക്കുന്നവന് ഇതിന്റെ മഹത്വം അറിയത്തില്ല. ഇത് ഞാൻ പറഞ്ഞു, എത്ര ബുദ്ധിയായാലും അവസാനം മന്ദബുദ്ധി തരം കാണിക്കും. പുള്ളി ഇത് പറയാൻ പുള്ളി ആദ്യമൊന്നും പറയത്തില്ല. കാര്യം എന്തുവാ? പുള്ളിയൊന്ന് പൊക്കി നേതാക്കന്മാരെല്ലാം പൊക്കിയപ്പോൾ പുള്ളിയുടെ ധാരണ ഞാൻ ഏതാണ്ട് ആകുന്നു. ഇനി ഞാനും ദൈവമാണെന്നുള്ള ചിന്തയായി പുള്ളിക്ക്. ഞാൻ എന്റെ കഴിവാണെന്ന് ഓർത്തു, എന്റെ കഴിവുകൊണ്ടാണ് ഇതെന്ന് ഓർത്തു. ആ ചിന്ത വന്നത് കൊണ്ടാണ് പുള്ളിക്കാരൻ ഇത് പറഞ്ഞത്. ദൈവം എന്തെന്ന്, ദൈവം ഇല്ലെന്ന് പുള്ളിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ദൈവമുണ്ടെന്ന് ദൈവത്തെ രുചിച്ചറിഞ്ഞ ദൈവജനമാണ് നമ്മളെല്ലാം. ആണോ? നമ്മൾ പലവട്ടം പല രീതിയിൽ പല സന്ദർഭങ്ങളിൽ ദൈവത്തെ രുചിച്ചറിഞ്ഞവരാണ് നമ്മൾ. എന്താ ഒരു അനക്കമില്ലാത്ത? അറിഞ്ഞിട്ടില്ലയോ?
ദൈവം ഇല്ലെന്ന് പറയുന്ന മന്ദബുദ്ധിയുടെ കൂടെ ഇരിക്കാനാണോ? അവന്റെ ബുദ്ധിയെല്ലാം മങ്ങിപ്പോവും. നേരത്തെ പറഞ്ഞൊരു വാക്യം എടുത്തു, നിന്റെ ബുദ്ധി ഒറ്റ നിമിഷം മതി മാറ്റാൻ, തകർന്നു പോവാൻ. എന്നാ വട്ടപ്പൂജത്തിൽ കിടന്നവനാ, കുറെ കുരുട്ട് ബുദ്ധിയും കൊണ്ട് ഇറങ്ങിയോണ്ടാ രക്ഷപ്പെട്ടെ. എന്നിട്ട് ഇപ്പൊ എല്ലായിടത്തും പോയി കണ്ടിട്ട് വന്ന് പറയുക, എന്തു പറയുക? ദൈവം ഇല്ലെന്ന്. അവൻ പറഞ്ഞ വാക്കിനകത്ത് ഇതാ പറയുന്നത് എന്തുവാ? ആ നിമിഷം ചെയ്യണം. ആ നിമിഷം നീ പറയുന്ന ബുദ്ധി ചെയ്യുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തിന്റെ ബുദ്ധി പ്രകാരം ചെയ്യുന്നവനാ. ദൈവത്തിന്റെ സമയമാകുമ്പോഴേ ആര് ചെയ്യത്തുള്ളൂ? ദൈവം ചെയ്യത്തുള്ളൂ. അങ്ങനെ അത് എന്റെ ബുദ്ധിക്ക് പ്രകാരം എനിക്ക് കൊണ്ടുപോകുന്നുണ്ടായി ഇല്ല. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കാനാ ദൈവം വിളിച്ചത്? ആർക്ക് വേണ്ടി വിളിക്കാനാ? ദൈവത്തിന് വേണ്ടി ജീവിക്കാനാ ദൈവം നമ്മളെ ഓരോരുത്തരും തെരഞ്ഞെടുത്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. ഇന്ന് പകല് തിരിച്ചറിയേ, എന്റെ ഇഷ്ടത്തിനോ എന്റെ ഇഷ്ടത്തിനോ എന്റെ ബുദ്ധിക്ക് പ്രകാരം ജീവിക്കാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനാണ്. അതുകൊണ്ടാ പറഞ്ഞേ, മാനസാന്തരത്തിന്റെ ഫലം കായ്പീൻ. ഞാൻ ആരുടെ മണവാട്ടിയാ? ദൈവത്തിന്റെ മണവാട്ടിയാ, യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാ. കർത്താവ് പറയുക, ഞാൻ വന്ന് ചേർത്ത് കൊള്ളുന്നൊരു ക്രിസ്തു മണവാട്ടിയെ, എന്നോടൊപ്പം കൊണ്ടുപോകുന്നൊരു ക്രിസ്തു. അതിനുവേണ്ടി കാത്തിരിക്കുമോ നമ്മൾ ആരുടെ മണവാട്ടിയാ? യേശുവിന്റെ മണവാട്ടിയാ. യേശുവിന്റെ മണവാട്ടിയാണെങ്കിൽ യേശു പറയുന്നത് അനുസരിക്കാനും കേൾക്കാനും അനുഭവിക്കാനും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ ആവശ്യങ്ങളെല്ലാം ആർക്കറിയാം? ദൈവത്തിന് അറിയാം. തക്കതായ സമയത്ത് അതെല്ലാം ആര് തന്നോളൂ? ദൈവം. അപ്പൊ ദൈവം ഇല്ല, ദൈവം ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കാൻ താമസിക്കുന്നത്. കാര്യം എന്തുവാ? ദൈവം മനുഷ്യരെ വീണ്ടും സ്നേഹിക്കുന്നു. പാപിയാന്ന് പറഞ്ഞ് അവനെ ഉപേക്ഷിക്കുന്നില്ല. പാപിയാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ദൈവസന്നിധി വരാൻ പറ്റത്തില്ലായിരുന്നു. പറ്റുമായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അടുത്ത് വരുമ്പോൾ ശവക്കല്ലറയുടെ വാടയായിരുന്നു. ആ വാട മാറ്റിയത് ആരാ? ആ നാറ്റം മാറ്റിയത് ആരാ? നമ്മളെ ശുദ്ധീകരിച്ചത് ആരാ? നസറനായ യേശു. കാര്യം അമ്മയുടെ ഉദരത്തിലെ നമ്മളെ ഉരുവായപ്പോഴേ പേർ ചൊല്ലി വിളിച്ചപ്പോൾ ദൈവത്തിന്റെ സമയമായപ്പോൾ കർത്താവ് വന്നു, നമ്മളെ തെരഞ്ഞെടുത്തു. നമ്മൾ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പൈതലാണ്. നമ്മുടെ അവസ്ഥകൾ മാറി. ഞാൻ പറയുന്ന പൊരുളുകൾ മനസ്സിലാവുന്നുണ്ടോ? വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? എന്തുവാ പ്രൈസറോ എന്ന് പറയുക? ദൈവം അപ്പോഴടിക്കാത്തതിന്റെ കാര്യം എന്തുവാ? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, വിതപ്പാൻ ഒരു സമയം, കൊയ്യുവാൻ ഒരു സമയം, അത് കിളുത്തു വരുവാൻ സമയം, അതിന്റെ ഫലം ഭക്ഷിക്കുവാൻ ഒരു സമയം. എല്ലാത്തിനും കർത്താവ് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇന്ന് കൃപായുഗത്തിന്റെ സമയമാണ്. ഇപ്പോൾ ഏറ്റുപറയണോരെല്ലാം ഏറ്റുപറയാം. ഏത് പാപിയായാലും അവൻ ഏറ്റുപറയാം. ഏത് ഏറ്റവും കൂടുതൽ ക്രൂരമായ പാപം ചെയ്തവരെ വരെ എന്ത് ചെയ്യാൻ പറ്റും? അവനെ ഏറ്റുപറയാം. അവനോട് ക്ഷമിക്കും. കർത്താവ് ക്ഷമിക്കും. സ്തോത്രം. ഇന്ന് പ്രിയ ദൈവമക്കളെ പലരെയും ആ സമയത്ത് തന്നെ അടിക്കാത്തതിന്റെ കാര്യം എന്തുവാ? അടിക്കാത്തതിന്റെ കാര്യം ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. തിരിച്ചു വരുവാണെങ്കിൽ അവനെ ഏറ്റെടുക്കാൻ സ്നേഹിക്കുന്നു. പക്ഷെ ഇതിന്റെ എല്ലാ സമയവും കഴിഞ്ഞു. പിന്നെ ദൈവം ചെയ്യുന്നില്ല, സ്നേഹിക്കത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ വരും. എന്തു പറയും? പുള്ളിക്കാരൻ പറഞ്ഞ പോലെ വരും. ആ സമയത്ത് തന്നെ ആരെ അടിക്കും? ചെയ്യുന്നവരെ അടിക്കും. ആ സമയത്ത് തന്നെ ദണ്ഡിപ്പിക്കുന്നവരെ ദണ്ഡിപ്പിക്കും, കളയുന്നവരെ കളയും, ചേർക്കേണ്ടവരെ ചേർക്കും. സ്തോത്രം. ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ദൈവമില്ലെന്ന് പറയാൻ പറ്റൂ? ആ ദൈവമില്ലെന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ സ്തോത്രം. പണ്ട് സ്തോത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കൂടുതൽ പറയുമായിരുന്നു ദൈവമില്ലെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കല്യാണം നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാലയിട്ടൊരു കല്യാണമേ ഉള്ളായിരുന്നു. ഇന്ന് അമ്പലത്തിനകത്തും ഇന്ന് പള്ളിക്കകത്തും ഇന്ന് സഭയ്ക്കകത്തും എല്ലാം ആ കല്യാണം നടക്കുന്നത്. കാര്യം എന്തുവാ? അവര് വരെ മാറ്റിത്തിരിക്കാൻ തുടങ്ങി. സ്തോത്രം. സത്യം പറഞ്ഞ പറയുമ്പോൾ തന്നെ ചിലവർ പറയുന്നുണ്ട് ദൈവനാമത്തിൽ നിന്ന് പറയാൻ തുടങ്ങി. സ്തോത്രം. മാറാൻ തുടങ്ങി. കാര്യം എന്തുവാ? ആരുണ്ടെന്ന് അറിയാൻ തുടങ്ങി, ദൈവം ഉണ്ടെന്ന് അറിയാൻ തുടങ്ങി. പണ്ട് അമ്പലത്തിൽ പോകുന്നവനെ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രത്തില്ലായിരുന്നു. ഇന്ന് അമ്പലത്തിൽ പോകുന്നവനാ ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും പൂജ ചെയ്യുന്നവനാ ഇതിനകത്തുള്ളത്, ഇല്ലയോ? സ്തോത്രം. ദൈവമില്ലെന്ന് പറഞ്ഞവരെല്ലാം ദൈവത്തെ ഏറ്റെടുത്തിട്ടുണ്ട്, ദൈവത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് ദൈവമില്ലെന്ന് നമ്മളെ വേണ്ടി പറഞ്ഞ് നമ്മൾ വിശ്വസിക്കും. നമ്മൾ രുചിച്ചറിഞ്ഞ ആരെയാ? കർത്താവിനെ. യേശുവിനെ തന്നെ രുചിച്ചറിഞ്ഞതാ. ഈ ബുദ്ധിയുള്ളവൻ പറഞ്ഞെന്ന് പറഞ്ഞ് നാളെ ഈ ബുദ്ധിയുള്ളവൻ ലക്കില്ലാതെ നടക്കും, വട്ടനാട്ട് നടക്കും. അത് ആർക്ക് പറ്റും? ദൈവത്തിന് പറ്റും. ഇവരുടെ ബുദ്ധിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ ആര് ചെയ്യും? സ്തോത്രം. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ, ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എത്ര വലിയ ഡോക്ടറായാലും പറയുന്ന അവസാനം എന്ത് പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളുടെ രീതിയിൽ പ്രാർത്ഥിക്കും, ദൈവം എന്തെങ്കിലും ചെയ്യും, ഇല്ലയോ? ദൈവമില്ലെന്ന് നീ ഒരുത്തം പറയുവാണെങ്കിൽ 10,000 ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കാനുണ്ട്. ദൈവവചനത്തിനകത്ത് പറയുന്നുണ്ട്, സ്ഥാപിക്കാൻ പറ്റും. ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ പറ്റും. സ്തോത്രം. ദൈവത്തെ വിറ്റ് ജീവിക്കാനല്ല, ദൈവത്തെ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ പറ്റും. യഥാർത്ഥ ദൈവത്തിന്റെ വചനം ഇതിനകത്ത് ഒരുപാട് പേര് ദൈവത്തിന്റെ നാമവും പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവിനെ വിൽക്കുന്നുണ്ട്. അല്ല,
കർത്താവിനെ വിൽക്കാതെ ദൈവവചനം ഉണ്ട്, ദൈവമുള്ളത്. ഞാൻ ദൈവം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ജീവനോടിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് ദൈവം ചെയ്തുള്ളത് കൊണ്ടാണ് ഞാൻ ആഹാരം കഴിക്കുന്നത് എനിക്ക് പറയാൻ പറ്റും. ദൈവം ഉള്ളത് കൊണ്ടാണ്, ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നല്ല വസ്ത്രം ധരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റും. വാങ്ങി പോകുന്നത് എനിക്ക് പറയാൻ പറ്റും. സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് പറയാൻ പറ്റും. ഇതെല്ലാം ആരുള്ളത് കൊണ്ടാണ്? ദൈവം ഉള്ളത് കൊണ്ടാണ്. കാര്യം ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ദൈവം എന്നെ വിളിച്ചത്, അല്ലാതെ എന്റെ ഇഷ്ടം ചെയ്യാനല്ല ദൈവം വരേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് വിളിച്ചത്. അതിനാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. മനസ്സിലാക്കുക. ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ സ്തോത്രം ദൈവത്തിന് തകർത്ത് കളയായിരുന്നു. ഇനി ഇവരെയൊന്നും വേണ്ടാന്ന് പറയായിരുന്നു. ഞാൻ ഇനി പുതിയതുണ്ടാക്കാന്ന് പറഞ്ഞു. ഇല്ല, അവർക്ക് തന്നെ അവസരം കൊടുത്തത്. അല്ലയോ? അവർക്ക് തന്നെ അവസരം കൊടുത്തു. അങ്ങനെ അവസരം കിട്ടിയത് കൊണ്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മളെ പാപത്തിൽ നിന്ന് വിട്ട് നമുക്ക് പുതുതാവാനുള്ള ഭാഗ്യം ലഭിച്ചത്. എല്ലാവരും കിട്ടുമോ? സ്തോത്രം. കർത്താവ് പറയുക സർപ്പസന്തതികൾ. സ്തോത്രം. ഞാൻ ഓർക്കുക, സ്തോത്രം, കഴിഞ്ഞ ദിവസം ഒരു സ്തോത്രം ഒരു സഹോദരിയോട് ഒരു മോളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്തോത്രം എനിക്ക് ഒരുപാട് ചിന്തകൾ അതിനകത്തുണ്ടായി. എന്നോട് പറഞ്ഞു, സ്തോത്രം, ഞങ്ങളുടെ കല്യാണം ഇനി ആരായിരിക്കും നടത്തുന്നത്? ഞങ്ങൾ ഇന്ന ആളാണ്, വലിയ ആളാണ്, വലിയ സഭയുടെ വലിയ ആളാണ്. ഞങ്ങളുടെ കല്യാണങ്ങളെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ കല്യാണം എങ്ങനെയാണ് നടക്കുന്നത്, ആരായിരിക്കും നടത്തുന്നത്, അതിനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സ്തോത്രം. എന്നെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. എന്തുവാ? എടാ, ആരായിരിക്കും എന്റെ കല്യാണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ദിവസനായിരിക്കും വരുന്നത്? ഞങ്ങൾ ഇന്ന ആളായിരിക്കും, ഏതായിരിക്കും വരുന്നത്, എങ്ങനെയുള്ള ഫേമസ് ഉള്ള ആളായിരിക്കും വരുന്നത്, എങ്ങനെയായിരിക്കും ഞങ്ങളുടെ വിവാഹം നടത്തുന്നത്? സ്തോത്രം. ഇത് പറഞ്ഞപ്പോ ഞാൻ ഇച്ചിരി നേരം ഇരുന്ന് ചിന്തിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവം എന്നോട് പറഞ്ഞു, ആര് കല്യാണം നടത്തുന്നല്ല വിഷയം, ആര് കല്യാണം നടത്തുന്നെന്ന് അല്ല വിഷയം, ജീവിക്കുന്ന വിഷയം. നിന്നെ വിവാഹം ചെയ്യിച്ചു കഴിഞ്ഞാൽ നീ അവസാനം വരെയും നിന്റെ കുടുംബജീവിതം യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചത് ആവശ്യം, നടത്തിയത് ആവശ്യം. നടത്തിയാലും ആ നിമിഷം തീർന്നു വരുന്നു. സ്തോത്രം. ഞാൻ അപ്പോഴും ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, അതെന്തു കർത്താവേ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് വിളിച്ചു പറഞ്ഞു, ഇന്ന് വിവാഹം നടത്താൻ പോകുമ്പോൾ നീ ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ വിവാഹം നടത്താൻ ദൈവഗീതമാണോ? ഇവരൊന്നിക്കുന്ന ദൈവഗീതമാണോ? സ്തോത്രം. അതല്ലേ ഇന്ന സഭ വിളിച്ച് ഇന്ന ആൾക്കാരെ വിളിച്ച് കൈമണി കയറുന്നെന്ന് പറഞ്ഞു പോയി വിവാഹം ചെയ്യല്ലേ, വിവാഹം നടത്തല്ലേ. അങ്ങനെ വിവാഹം ചെയ്തിട്ട് ഇത് ഡൈവേഴ്സ് ആയെങ്കിൽ നീയും അതിന് ഉത്തരവാദിയാണ്. ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്ററും അതിന് ഉത്തരവാദിയാണ്, സഭയും ഉത്തരവാദിയാണ്. അതിനു മുമ്പ് നീ പ്രാർത്ഥിക്കണം. സ്തോത്രം. എനിക്ക് നടത്താൻ പറ്റത്തില്ല, ഇതിനകത്ത് ദൈവത്തിന്റെ ഗൈഡൻസ് ഇല്ലെന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവനെ ഇനി ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. കാണുന്നതും പോകുന്നതും എല്ലാം സ്തോത്രം. അല്ലെങ്കിൽ ലിവിൻ ടൂറിൽ കിടന്നിട്ട് താമസിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ദിവസങ്ങളിൽ വന്നിട്ട് അങ്ങോട്ട് നിശ്ചയിച്ച് കല്യാണം ചെയ്യുമ്പോൾ അവൻ അതിൽ ലിവിൻ ടൂറിൽ കഴിഞ്ഞതെല്ലാം സ്തോത്രം സഭ അറിഞ്ഞില്ല, പാസ്റ്റർ അറിഞ്ഞില്ല. പക്ഷേ ആരറിഞ്ഞിട്ടുണ്ട്? ദൈവം അറിഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട്, ആണും പെണ്ണും ഈ സ്തോത്രം ഒന്നിക്കണമെങ്കിൽ അത് വിവാഹക്കാലാണ്. അതാരാ? അത് വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമത്. അത് ആര് ചെയ്ത? പിതാപുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഒന്നിപ്പിക്കുന്നതിനെ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം ഒന്നിപ്പിച്ചതിനെ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല, വേർതിരിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പലരും വേർതിരിച്ചത് എങ്ങനെ? സ്തോത്രം. ഞാൻ ആ വിഷയമെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നത്, വേർതിരിച്ച മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നുണ്ടായത് കൊണ്ടാണ് മനുഷ്യൻ തന്നെ എന്ത് ചെയ്ത് വേർതിരിച്ചത്. പക്ഷെ ദൈവത്താൽ ഉണ്ടായതാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, വേർതിരിയത്തില്ല. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഔവ്വയെ പാപം ചെയ്തു, ആദാമല്ല പാപം ചെയ്തു. ആദാമിന് കൂട്ടിന് വേണ്ടി ആരെ കൊടുത്ത്? ഔവ്വയെ കൊടുത്തു. സ്തോത്രം. ഇവന് ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി ഇവന് തുണയാണ് ആര് കൊടുത്തത്? ഔവ്വ പാപം ചെയ്തെന്ന് പറഞ്ഞ ആദാം തള്ളിക്കളഞ്ഞു. കർത്താവ് ഞാനും ചെയ്തിട്ടില്ല, ഇവളെ തന്നെ കൊണ്ട് ഏൽപ്പിച്ചേ. ഇതെല്ലാം അവൻ പറഞ്ഞു. ഇല്ലെന്നല്ല പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞൊരു ഭാഗമുണ്ട് ഇതിനകത്ത്. എന്തുവാ? നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമയം. ഭാര്യ ഭർത്താവ് ഇന്നെല്ലാം ഒറ്റപ്പെടുന്ന ഒരു ദിവസമാണ്. ഒറ്റപ്പെടുമ്പോൾ സന്തോഷമാണ്. കാര്യം എന്തുവാ? എൻ്റെ കൂടെ ആരുണ്ട്?
ദൈവമുണ്ട്. ഈ ഭർത്താവല്ല എനിക്ക് വലുത്, ഭാര്യയല്ല വലുത്, എൻ്റെ മക്കളല്ല വലുത്. ആരാ എനിക്ക് വലുത്? എൻ്റെ അപ്പനല്ല വലുത്, എൻ്റെ അമ്മയല്ല വലുത്, എൻ്റെ ദൈവമാണ്. കാരണം അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ, ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ദൈവം എന്ത് ചെയ്ത് ഒറ്റപ്പെടുത്തുന്നത്. സ്തോത്രം. ആദാം പറഞ്ഞു, കർത്താവേ നീ എനിക്ക് തന്നതോടെ എന്നെ കൊണ്ട് പാപം ചെയ്യേ എന്ന് പറഞ്ഞില്ല. ശിക്ഷ അനുഭവിക്കാൻ രണ്ടുപേരും തയ്യാറായി, ഇല്ലയോ? ഒന്നിച്ചാ പോലെ. ആർക്ക് വേണ്ടി ഈ ശിക്ഷ ആദാം അനുഭവിച്ചേ? ആർക്ക് വേണ്ടി അനുഭവിച്ചേ? ഔവയ്ക്ക് വേണ്ടി അനുഭവിച്ചേ. കളഞ്ഞു. സുഖത്തിലും ദുഃഖത്തിലും ശ്രേഷ്ഠതകളിലും ഉയർച്ചയിലും നന്മയിലും എല്ലാം പിതാപുത്രം പരിശുദ്ധാത്മാവ് ഒന്നിപ്പിച്ച ബന്ധം അവസാനം വരെ കാണും. മരണത്തിലെ നിങ്ങളെ വേർതിരിക്കത്തുള്ളൂ എന്ന തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പോഴ് ഇത് വ്യവസ്ഥ കൂടാതെ പാർശ്വം അയ്യോ ഞങ്ങളുടെ സഭയിൽ ഒരു വിവാഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യാവുന്നതല്ല വിവാഹം. ഇത് ദൈവത്തോട് ചോദിക്കണം, ഈ വിവാഹം ഒന്നിപ്പിക്കുന്നത് ശരിയാണോ? സ്തോത്രം. ആ കൊച്ച്, ആ മികാലിലെ ആ പെൺകുട്ടി എന്നോട് ചോദിച്ചു, ആ സഹോദരി എന്നോട് ചോദിച്ചു, ആ മകൾ എന്നോട് ചോദിച്ചു. എക്സൈറ്റഡില്ല. ഞാൻ പറഞ്ഞു വലിയവരെ നടത്തിയിട്ട് ഒരു കാര്യമില്ല. എന്നിട്ട് ആ കൊച്ചു എന്നോട് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, വലിയ ആളാ നടത്തിയത്, പക്ഷെ എന്റെ കല്യാണം ഡൈവോഴ്സ് ആയി. സ്വന്തം എന്റെ കുടുംബത്തിൽ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ ഞെട്ടിക്കൊണ്ടിരുന്ന എന്തായി തീരുമെന്ന് ചിന്തിച്ചോണ്ടിരുന്ന ആരായിരിക്കും വലിയൊരാളെ നടത്തിയത്, പക്ഷെ എന്ത് ചെയ്തില്ല. 2 വർഷം പോയി കഴിഞ്ഞപ്പോഴേ പിരിഞ്ഞു. ആ ചിന്ത എനിക്ക്, ആ കുട്ടിയുടെ ചിന്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത വിവാഹമെല്ലാം ആരായിരിക്കും നടത്തുന്നത്? അടുത്ത ഞങ്ങളുടെ ജനറേഷനിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ വിവാഹം ആരായിരിക്കും നടത്തുന്നത്? എനിക്ക് അപ്പോഴത്തേക്കും പറഞ്ഞു, ആര് നടത്തുന്നല്ല, പിതാപുത്രൻ പരിശുദ്ധാത്മാവായ കർത്താവ് ഒന്നിപ്പിക്കുന്നതിനെ ഒന്നിപ്പിക്കാവൂ, അല്ലാത്തത് ഒന്നിപ്പിച്ചാൽ എന്ത് ചെയ്യും? വേർപിരിയും. അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ചേരത്തില്ല. ഇപ്പൊ 2 കയറ് കെട്ടിക്കഴിഞ്ഞാൽ 2 കയറ് വെച്ച് നമ്മൾ മുറിഞ്ഞു കിടക്കുന്ന 2 കയറ് കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുഴച്ച്. ആ മുഴ മാറ്റാൻ പറ്റില്ല. മഴ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഒരു കയറാവും. 2 കയറ് കെട്ടി നമ്മൾ ഒന്നാക്കാൻ നിന്നാ ആവത്തില്ല. ചേരേണ്ടത് എന്ത് ചെയ്യത്തുള്ളൂ? ദൈവം ചേർത്തതേ അവസാനം വരെ പോത്തുള്ളൂ. മരണത്തോളം വിശ്വസ്തയോട് പോത്തുള്ളൂ. സ്തോത്രം. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും കൂറെല്ലാം ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പഠിച്ചു. ഞാൻ ഇന്നലെ പോലെ പറഞ്ഞു, കർത്താവേ ദൈവഹിതമില്ലാത്ത ഒരു വിവാഹം ചെയ്യാൻ എന്നെ ദൈവം കൊണ്ടുപോകല്ലേ. സ്തോത്രം. ഞാൻ ഇനി പ്രാർത്ഥിക്കും, വിവാഹം ചെയ്യുന്നതെന്ന് പ്രാർത്ഥിക്കും. ദൈവഹിതമാണോ? അല്ലാതെ കുറച്ച് നാള് ഇവൻചോറിലെല്ലാം ജീവിച്ചിട്ട് വന്നിട്ട് എന്നെ കബളിപ്പിക്കുവാണോ? സഭയെ കബളിപ്പിക്കുവാണോ? കർത്താവെ അങ്ങനെ കബളിപ്പിക്കുന്നത് വെളിപ്പെടുത്തി തരണം. അത് പുറത്തു കൊണ്ടുവരണം, മാറ്റി ചെയ്യണം. അതിൽ നിന്ന് എനിക്ക് പുറത്തു വരണം. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് പ്രിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഇത് കേൾക്കുന്ന ദൈവദാസന്മാരോടും സഭയോടും ദൈവമക്കളോടും ഞാൻ പറയുന്നു, കണക്ക് കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാ നിന്റെ കുടുംബം പലപ്പോഴും ചോദ്യചിഹ്നമാവുന്നത്. എനിക്കിപ്പോ മനസ്സിലായി ചോദ്യചിഹ്നമാവുന്നത്. സ്തോത്രം. അടുത്തത്, നീ ഒരു ഭവനം, ആമേൻ, സ്തോത്രം, അതും എന്നെ ദൈവം പഠിപ്പിച്ചു. ഒരു ഭവനം പ്രാർത്ഥിച്ച് നീ ഒരു ഭവനത്തിനകത്ത് അല്ലയോ അതിന്റെ പാലുകാഴ്ച നടത്തുമ്പോൾ നീ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുവാ? ഇതൊരിക്കലും വിറ്റുപോലെ, ഇത് തലമുറയായിട്ട് ഇവർക്ക് അനുഭവിക്കാൻ പറ്റണം. ഇത് മാത്രമല്ല, ഇവർ ഒരുപാട് വീട് വെച്ചിട്ട് ഒരുപാട് വീട് അനുഭവിക്കും. പക്ഷെ ഈ മുതൽ ഒരിക്കലും നഷ്ടപ്പെടുന്നു. എന്തിനാ? ദൈവം കണ്ണുനീരിന്റെ മധ്യയെ കൊടുത്തതാ. ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ലോൺ വെക്കാനും വിറ്റുവാനുള്ളതല്ല. ആണോ? പ്രാർത്ഥിച്ചോണം. ഇത് എന്റെ തലമുറയ്ക്ക് ആര് തന്നതാ? ആ ദേശത്ത് തന്നതാ. ഞാൻ അടുത്ത വീട് വഴിക്കട്ടെ, അതവിടെ കിടന്നോട്ട്. സ്തോത്രം. എന്റെ തലമുറയ്ക്ക് എന്നതാ, ഞാൻ അടുത്ത അതിലും ശ്രേഷ്ഠമായി മേടിച്ചു, അതിൽ പോകും എങ്കിലും ഇതിവിടെ കിടന്നോട്ട്. എന്തിനാ? എന്റെ തലമുറയ്ക്ക് തന്നതാ. സ്തോത്രം. അതെന്തോ വർഷം ഞാൻ അടുത്ത അതിലും വലിയ ശ്രേഷ്ഠമായ എനിക്ക് കിട്ടി, ഇത് ഇവിടെ കിടന്നത്. ആ പാവപ്പെട്ടവന് വാടകയ്ക്ക് കൊടുക്കണ്ട. പാവപ്പെട്ട ദൈവവാസനോ ദൈവമക്കൾക്കോ വീടില്ലാത്തവരും കൂടി ദൈവം നിന്നെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കും. സ്തോത്രം. ഞാൻ വിട്ടിട്ടില്ല, എനിക്ക് ദൈവം തന്നതൊന്നും ഞാൻ വിട്ടിട്ടില്ല. പക്ഷെ ദൈവനാമത്തിന് വേണ്ടി ഞാൻ കൊടുത്തതാണ്. ദൈവം നിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നിനക്ക് ഇതിലും വലിയ ശ്രേഷ്ഠമായി കിട്ടിയപ്പോ ഇത് നിനക്ക് ഒന്നുമില്ല, ഇത് നീ വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. എത്രയോ പേര് വീടില്ലാത്തവരുണ്ട്. നീ ദൈവമക്കൾക്ക് വിളിച്ചുകൂട്, ദൈവദാസന്മാർക്കൂട്, അവർക്ക് അനുഗ്രഹം പ്രാപിക്കട്ടെ. ആ അനുഗ്രഹം ആർക്ക് കിട്ടും? ദൈവമക്കളെ നമുക്ക് കിട്ടും. ഞാൻ ഇനിയും അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചു, ഇനിയുള്ള ഭവനത്തിനകത്തെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ടും പ്രാർത്ഥിച്ചോളൂ. ഒരിക്കലും ലോൺ എടുക്കാനോ വിൽക്കാനോ ഈ വീട്ടിനകത്ത് എന്നും അവരുടെ വാസം ഒരു അനുഗ്രഹമായി തീരണം. സ്തോത്രം. ഇത് പ്രാർത്ഥിച്ചു. സ്തോത്രം. അല്ലെങ്കിൽ ആ ദൈവദാസൻ എന്ത് ചെയ്യും? ചോദിച്ചിരുന്നു. അതുപോലെ സ്നാനപ്പെടുത്തുന്ന മുമ്പ് ശക്തമായിട്ട് നീ പ്രാർത്ഥിച്ചോണം. സ്നാനപ്പെട്ടിട്ട് പിന്മാറ്റപ്പെട്ട് പോയി കഴിഞ്ഞാൽ
പാസ്റ്റർ നിനക്ക് മാറി നിൽക്കാൻ പറ്റില്ല, നീ കണക്ക് കൊടുക്കണം. കാര്യം എന്തുവാ? നീ പ്രാർത്ഥിച്ചല്ല ചെയ്തെങ്കിൽ അവർ അവസാനത്തോളം എന്ത് ചെയ്യും? അവർ പിടിച്ചിരുന്നേ അവർ അനുഗ്രഹം പ്രാപിച്ചത്. നീ സ്നാനപ്പെടുത്തിയ എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി അവസാനം വരെ എന്ത് ചെയ്യണോ? പ്രാർത്ഥിക്കാൻ ചുമതല ദൈവം തന്നിട്ടുണ്ട്. ശുശ്രൂഷിക്കാൻ മാത്രമല്ല, ശുശ്രൂഷിച്ചിട്ട് അല്ലെങ്കിൽ ദശാംശം മേടിച്ച് പോക്കറ്റിൽ വെക്കാൻ മാത്രമല്ല, അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാനും ആര് തന്നിട്ടുണ്ട്? നീ 1000 പേരെ സ്നാനപ്പെടുത്തിയോ? നീ എന്നും 1000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ കടപ്പാടുള്ളതാണ്. ചിലവർക്ക് ആരെയാ സ്നാനപ്പെടുത്തിയെന്ന് അറിയത്തില്ല, എങ്ങനെയാ സ്നാനപ്പെടുത്തിയെന്ന് അറിയത്തില്ല. കൂട്ടത്തിന്റെ ഇടയ്ക്ക് അങ്ങ് സ്നാനപ്പെടുത്തിയ ഇല്ല. നിനക്ക് ആ മുഖം ഓർമ്മ വെച്ചോണം. ദൈവം നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയ്ക്കകത്ത് എന്ത് ചെയ്യണം? നിനക്ക് പ്രാർത്ഥിക്കാൻ ചുമതലയുണ്ട്. അവിശ്വാസി മാത്രമല്ല, അവിശ്വാസി നിലനിർത്തേണ്ട ചുമതലയും ആർക്കുള്ളതാണ്? കർത്താവ് പറയുക, ഒരു വിശ്വാസിയെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അവരെ നിലനിർത്തേണ്ട ചുമതലയും ആർക്കുള്ളതാണ്? സ്തോത്രം. ആ സഭയ്ക്കുള്ളതാണ്, ദൈവദാസനുള്ളതാണ്. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഞാൻ പോർത്ത് വിവാഹം കർത്താവേ, അതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ അതിശക്തമായ ദൈവത്തിന്റെ ദാസനാണ്. സ്തോത്രമാലയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ എഴുതിയ വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ച വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ഉന്നത ഭാവത്തിന് താഴെ ഇറങ്ങി വന്ന വ്യക്തിയാണ് പൗലോസ്. ആ പൗലോസിനെ അഭിഷേകം ചെയ്ത ആരാ? അഭിഷേകം ചെയ്ത് ഇറക്കിയ ആരാ? അനനിയാസ് എന്ന് പറഞ്ഞ സാധാരണപ്പെട്ട ഉദ്ദേശം. പത്രോസ് എന്തായിരുന്നു അഭിഷേകം ചെയ്യാതെ? യോഹന്നാൻ വന്ന അഭിഷേകം ചെയ്യാതെ പറ്റത്തില്ലായിരുന്നു. അല്ല, സാധാരണപ്പെട്ട ഒരു ഉദ്ദേശിയാവുന്നത്. ഇന്ന് പ്രിയ ദൈവമക്കളെ, നിന്റെ മകന്റെയോ മകളെയോ വിവാഹം നടത്തുന്ന സാധാരണപ്പെട്ടവരാവട്ടെ, ആര് നടത്തിയതല്ല വിഷയം. അവിടെ പിതാപുത്രൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന, അല്ലാതെ ലോകത്തിലുള്ള ഫേമസ് ആയ വ്യക്തിയാ എന്റെ മകന്റെ കല്യാണം നടത്തിയത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ, ലോകത്തിൽ വലിയ ഫേമസ് ആയ വ്യക്തി ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, യോ എന്റെ കുടുംബത്തിനകത്ത് ഇന്നാളോ ദൂത് പറഞ്ഞ് നടത്തി. അത് ഒരു സാധാരണപ്പെട്ടവൻ പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, ഏക്കത്തില്ല. അവന് സ്തോത്രമല്ല, ഈ പേര് പറയാൻ കുറച്ചില്ല. ദൈവം വന്ന് ദൂത എന്ന് പറയും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, വ്യക്തിയുടെ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. സ്തോത്രം, സ്തോത്രം. ഓർത്ത ദൈവമക്കളെ, സ്തോത്രം. അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നതിനെ പറയും, അയ്യോ അത് ഞങ്ങളും ഒരുപാട് പേര് പ്രാർത്ഥിച്ചതാ. ഒരുപാട് പേരല്ല, അതിനകത്ത് മെയിനായിട്ട് പ്രാർത്ഥിക്കാൻ ഒരാളെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും ഏത് വിഷയത്തിനകത്തും അവസാനം മെയിനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ആ കാലങ്ങൾ കൊണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത വിഷയം അവസാനം കൊണ്ടുവന്ന ഒരുവനാ. അവന്റെ പ്രാർത്ഥനയിൽ ദൈവം മറുപടി അയച്ചത്. അവനെ ദൈവം അതിനു വേണ്ടി ഒരുക്കിയത്. അവൻ വരാൻ വേണ്ടി എത്രയും താമസിച്ചത്. സ്തോത്രം. ഓരോ ശുശ്രൂഷയ്ക്കും വെച്ചിട്ടുണ്ട്. പൗലോസിന് എന്ന വേറൊരാൾ വന്നാൽ പോരെ, പൗലോസിനോട് പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യും, അന്നനാട്ടവരി നിന്നെ തിരക്കി ഒരാൾ വരും, നീ പോണ്ട, നിന്നെ തിരക്കി വരും. ഉടനെ അടുത്തടുത്ത് ആ അനനിയാസിന്റെ ഭവനത്തിലേക്ക് വിട്ടേക്കുവാ, നീ ഇന്നടുത്ത് ചെല്ലും, അവിടെ പൗലോസ് ഇരിപ്പുണ്ട്. അയ്യോ കർത്താവേ, അവന്റെ അടുത്ത് പോകല്ലേ, പൗലോസ് ആരുമാ, അവന്റെ സ്വത്രമാല ദൈവമക്കളെ പീഡിപ്പിച്ചോണ്ടിരിക്കുക. നീ അതൊന്നും തിരക്കണ്ട, നീ അങ്ങ് പോയാൽ മതി, അവൻ എനിക്ക് വേണ്ടി രാവായിരിക്കുന്നവനാ, നീ അങ്ങ് എന്നാ മതി. മുൻവിധി അവിടെ ഉറച്ചു, ഇല്ലയോ? അനനിയാസും പറഞ്ഞു, മുൻവിധി പറഞ്ഞു, കർത്താവേ അവന്റെ അടുത്ത് പോലെ, അപ്പാ അവൻ ഒരുപാട് ദൈവമക്കളെ പീഡിപ്പിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ഞാൻ പറയുന്നത് കേട്ടാ മതി, നീ എന്നെ കൈവച്ചാ മതി, കൈവച്ചാ മതി. അവനെ സ്നാനപ്പെടുത്തിക്കോ, അവനെ അഭിഷേകം ചെയ്തോ. അവന്റെ മേൽ കൈവച്ചു. അവന്റെ കണ്ണിലെ അമികാല ചിദംബരം പോലെ പുറത്തുപോയി. അവന്റെ അന്ധകാരം മാറി, അവന്റെ കാഴ്ച കുരുട് മാറി, അവന് കാഴ്ച ലഭിച്ചു. അവൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ തുടങ്ങി. പിന്നെ അനന്യാസിന്റെ ഡ്യൂട്ടിയിൽ അനന്യാസത്തിന് പരിപാടി കഴിഞ്ഞു, ഇല്ലയോ? സ്തോത്രം. ചിലവര് എല്ലാം കറങ്ങി തിരിഞ്ഞ് കുറെ വിഷയമാകുമ്പോഴ് ചിലപ്പോൾ നമ്മളടുത്ത് വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം ശക്തമേറിയ ദൂത് പറയാറുണ്ട്, ദൂത് പറഞ്ഞ് വിടും, ആ ദൂത് അതേപോലെ നടക്കും. പക്ഷെ നടന്നു കഴിഞ്ഞിട്ട് സ്തോത്രം ഇവര് സ്തോത്രം രഹസ്യമായിട്ട് നമ്മളെ വിളിച്ചു പറയും, പക്ഷേ അന്ന് പറഞ്ഞ പ്രാർത്ഥിച്ച ദൂതെല്ലാം നിവൃത്തിയായി. സ്തോത്രം. നമുക്ക് വലിയ സന്തോഷം, ദൈവത്തെ മാറും. നാളെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി പറയുമ്പോഴേ നമ്മളെ പേര് പറയത്തില്ല. കാര്യം എന്തുവാ? ഇവര് പറഞ്ഞാലോ അറിയപ്പെടാത്ത ഉദ്ദേശിയായിരിക്കും. അറിയപ്പെടുന്ന വല്ല ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? പറയും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ആ പ്ലാറ്റ്ഫോമിൽ സൂചിപ്പിക്കേണ്ട ആളുടെ പേര് വിളിച്ചു പറയും. പ്ലാറ്റ്ഫോമിൽ നിന്ന് സൂചിപ്പിക്കേണ്ട ആൾക്കാരെ നാളെ അവിടുന്ന് പ്രീതി കിട്ടേണ്ടവരെ സൂചിപ്പിക്കും. പിന്നെ നമ്മൾക്ക് വിളിച്ചു പറയും, പക്ഷേ അടുത്ത പ്രാർത്ഥന വിഷയമായിട്ട് വരും. സ്തോത്രം. സ്തോത്രം. എനിക്ക് എന്റെ പേര് പറയണമെന്നൊന്നുമില്ല. കാര്യം എന്തുവാ? യേശുവിന്റെ പേര് പോലും മറന്നു പോകുന്നുണ്ട് പറയും. ചെയ്ത ദൈവം അത്ഭുതം ചെയ്ത യേശുവിനെ പോലും മറന്നുപോയിട്ട് വേറെ വ്യക്തികളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേ നമ്മളെ പേര് പറയണമെന്ന്. പക്ഷെ അന്ന് വിളിച്ചു പറഞ്ഞല്ലോ, പക്ഷെ ആ പ്രവചനം നിവർത്തി. അത് മതി, ആ സന്തോഷം മതി.
സ്തോത്രം. എനിക്ക് വലിയ ലോട്ടറി അടിച്ച് സന്തോഷം. കാര്യം എന്തുവാ? എനിക്ക് സമ്പത്തോ വലിയ കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് ഏറ്റവും വലുത് ദൈവം പറയുന്ന പ്രവചനങ്ങൾ നിവർത്തിയാവുന്നത് കേൾക്കാൻ. അതുകൊണ്ട് എന്തുവാ സ്തോത്രം, എല്ലാ വിഷയത്തിനും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഞാൻ ആർക്കെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ദൂത് പറഞ്ഞിട്ടുണ്ടോ, അത് കിട്ടുന്നത് വരെ അവർക്ക് വേണ്ടി ഞാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. അത് ഉറപ്പാണ്. അതിനകത്ത് ഉറപ്പ് പറയാം, ആ വിഷയം നടക്കുന്നത് വരെ എന്ത് ചെയ്തു കണ്ണുനീരോട് ഞാൻ പ്രാർത്ഥിക്കും. അതിനകത്ത് ഒരു മാറ്റവുമില്ല, ഒരു മാറ്റവുമില്ല. അവർക്കത് കിട്ടുന്നത് വരെ കണ്ണുനീരോട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയാം. അവർ നന്ദി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയും. ദൈവം നമ്മളെ ഉപയോഗിച്ചു. സ്തോത്രം, സ്തോത്രം. ഇന്ന് അനനിയാസ് എന്ന് പറഞ്ഞ സാധാരണപ്പെട്ട ഒരു നിർദ്ദേശിയാണ്. പക്ഷേ വലിയ ശുശ്രൂഷയാണ്, വലിയൊരു അപ്പോസ്തലനെയാണ് പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ അനുഗ്രഹിച്ച് പുറത്തിറക്കിയത്. ഇല്ലയോ? ബൈബിൾ പറയുന്നു ഏറ്റവും വലിയ അപ്പോസ്തലൻ ആരാ? പൗലോസ്. പൗലോസ്. സ്തോത്രം. ഇന്ന് പ്രിയ മക്കളെ, ആരും വിവാഹം ചെയ്യുന്നതല്ല, എക്സൈറ്റ്മെന്റ് അതിലല്ല വരേണ്ടത്. എക്സൈറ്റ്മെന്റ് വരേണ്ടത് ആ പ്രാർത്ഥനയ്ക്കകത്ത്, ആ പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ അകത്ത് ഒന്നിപ്പിക്കുമ്പോൾ ആരിറങ്ങി വരണം? കർത്താവ് ഇറങ്ങി വരണം. ഞങ്ങളുടെ വിവാഹത്തിന് കർത്താവ് ഇറങ്ങി വരണം. കർത്താവ് എന്റെ കുടുംബത്തിലുള്ള എന്റെ സഹോദരങ്ങളുടെ വിവാഹത്തിനെല്ലാം ആരിറങ്ങി വരണം? കർത്താവ് ഇറങ്ങി വരണം. കർത്താവ് ഒന്നിപ്പിക്കണം. എങ്കിൽ ആ അനുഗ്രഹം നിശ്ചയമായി ആർക്ക് പ്രാപിക്കാൻ പറ്റും? ഇന്ന് ദൈവഗീത പ്രകാരം നടക്കാത്ത പല വിവാഹത്തിനും പിന്നിലേക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്വരച്ചേർച്ച കാര്യം എന്തുവാ? ദൈവം ഒന്നിപ്പിച്ചതല്ല, അതിന്റെ ബുദ്ധി മനുഷ്യത്തെയാണ്. സ്തോത്രം, മനുഷ്യത്തെയാണ്. ഇന്ന് വിവാഹം ചെയ്യാൻ പോകുന്ന മുമ്പേ ശക്തമായി പ്രാർത്ഥിക്കണം. ആ ദൈവദാസം പ്രാർത്ഥിക്കണം. അയ്യാ, എന്നെ വിളിച്ചിട്ടുണ്ട് വിവാഹം നടത്താന്ന് പറഞ്ഞ് ചാടി പോവല്ലേ, പ്രാർത്ഥിക്കണം. സ്നാനപ്പെടുത്താന്ന് പറഞ്ഞ് ചാടി പോവല്ലേ, വീടിന്റെ കാര്യം എന്ന് പറഞ്ഞ് പോവല്ലേ. സ്വന്തം ദൈവവും കിട്ടിയിട്ട് പോയാൽ മതി, പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞിട്ട് പോയാൽ മതി. എങ്കിലേ അത് അന്ത്യത്തുള്ളൂ, ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. ഒരു അടുത്ത വാക്യം വായിക്കാം. സ്തോത്രം. ശതുക്കരും പരിശീലന്മാരും വരുമ്പോൾ ആമേൻ, സ്തോത്രം. യോഹന്നാൻ സാമൻ പറയുക, സർപ്പസന്തതികളെ. ഇന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, സ്തോത്രം, സഭകളെ ആർക്കും വേണ്ട. ശക്തമായി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നത്, ആ വചനപ്രകാരം ജീവിക്കുന്നത്, പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജീവിക്കുന്നവരും ഉള്ള സഭകളെയോ ആമേൻ ദൈവദാസരെയോ സമൂഹത്തിന് വേണ്ട. സ്തോത്രം. യോഹന്നാൻ സാമനും ഉപമാർ എന്ന് കൈയടി കിട്ടാനല്ല വന്നത്. ആരുടെ കൈയിടാനാണ് വന്നത്? കർത്താവിന്റെ വിളിച്ച വിശ്വസ്തനായി തീർന്നാൽ മതി. കർത്താവിന്റെ കൈയടി കിട്ടാനാണ് വന്നത്. ഇന്ന് പ്രിയ മക്കളെ, നമ്മളും ദൈവസഭ വന്നത് ആരുടെ കൈ കിട്ടാനാ? കർത്താവിന്റെ കൈ കിട്ടാൻ. സ്തോത്രം. സ്തോത്രം. ഞാൻ മാത്രമേ ഉള്ളൂ വിശുദ്ധൻ. എന്റെ സഭ മാത്രമാ വിശുദ്ധി. എന്റെ സഭയ്ക്കകത്തു അടുത്തൊന്നും വേറെ സഭ വരാൻ പാടില്ല. എന്റെ സഭയാണ്. നിന്റെ സഭ വിശ്വസ്തത ഇല്ലാത്തത് കൊണ്ട് അടുത്ത് വേറെ സഭ വന്നു. നീ യഥാർത്ഥ ദൈവപൈതലാണെങ്കിൽ, യഥാർത്ഥ പാസ്റ്ററാണെങ്കിൽ, യഥാർത്ഥ ദൈവമക്കളാണെങ്കിൽ, യഥാർത്ഥ സഭയാണെങ്കിൽ നീ ദൈവത്തിന് നന്ദിയെ പറയേണ്ട കാര്യം എന്തുവാ? ഞങ്ങളെ കൊണ്ട് കഴിയാത്തത് അവരെ കൊണ്ട് കഴിയണം. അനേകരെ നീ രക്ഷിക്കപ്പെടാറുണ്ട്, അനേകരെ നീ മാനസാന്തരപ്പെടാറുണ്ട്. ഞങ്ങളുടെ സഭയ്ക്കകത്ത് അടുത്തടുത്തെല്ലാം ദൈവസഭ വരട്ടെ. കാര്യം ദൈവസഭ, ദൈവമക്കളും ദൈവദാസന്മാരും ദൈവമക്കളും ഉള്ള ദേശം ആദ്രയാ കർത്താവിന്റെ. ആ ദേശത്തിനകത്ത് ആര് കയറത്തില്ല, അന്ധകാരം കയറത്തില്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ സഭ, ഈ ദേശം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ദൈവം അടുത്ത ആളിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ എന്താ വിശ്വസിക്കാത്ത? അങ്ങനെ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ദൈവസഭ, ദൈവമക്കൾ. അല്ലാതെ അടുത്ത് വന്ന അവിടെ ഇവനെ ദ്രോഹിക്കണം, ഇവനെ ഓടിക്കണം, ഇവനെ തകർക്കണം, ഇവൻ ആരാ, ഞങ്ങളല്ലേ എടുത്തത് എന്ന് പറയുന്നവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട, ദൈവത്തിന് വേണ്ട. അതിന്റെ ടീമ സദൂക്കരും പരിശീലന്മാരും. സ്തോത്രം. അവരെ വിളിക്കുന്ന പേരാ സർപ്പസന്തതികളെ, സർപ്പസന്തതികളെ. സ്തോത്രം. സഭയ്ക്കകത്ത് അടുത്തൊരു സഭ വരുമ്പോൾ ആ ദേശം ഉണർവ് പ്രാപിക്കുക, ആ ദേശം ഉണർവ് പ്രാപിക്കുക. നിന്റെ സഭയിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്ന പാസ്റ്റർമാര് സഭയുണ്ടെങ്കിൽ അത് വേണ്ട, അത് കള്ളന്റെ ആത്മാവ്. നീ സഭ വേറെ പുതിയ ജനത്തെ കൊണ്ടുവരുന്നെങ്കിൽ, ആ ദേശത്ത് പുതിയ ഉണർവാ കൊണ്ടുവരുന്നെങ്കിൽ എപ്പോഴും ഓർത്തോണം, അത് ദൈവം കൊണ്ടുവച്ച, ദൈവം കൊണ്ടുവച്ച സഭയെ തകർക്കാൻ പറ്റുമോ? അത് ചെറുതായാലും വലുതായാലും തകർക്കാൻ പറ്റുമോ? മനുഷ്യനത് ചെറുതും വലുതും, ദൈവത്തിന് ചെറുതും വലുതുമില്ല. ദൈവത്തിന് പനിയും ക്യാൻസറും ഒരേപോലെയുള്ളൂ. ദൈവത്തിന് രോഗത്തിന് വലിപ്പം ചെറുപ്പം മനുഷ്യനാണ് കൂട്ടിയിരിക്കുന്നത്. ദൈവത്തിന് വിഷയമല്ല. ഏത് രോഗം സൗഖ്യമാക്കുവാൻ ആർക്കേ കഴിയും? കർത്താവിനെ കഴിയുള്ളൂ. അല്ലാതെ ക്യാൻസറിന് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന, എയ്ഡ്സിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന, പനിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന, നടുവേദനയ്ക്ക് വേണ്ടി പ്രത്യേക, അങ്ങനെയൊന്നുമില്ല. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവുന്നു. സ്തോത്രം. അപ്പോഴ് സഭ തന്നെ എടുത്തു വരുമ്പോൾ ഈ സഭയെ
ദൈവം പണിത സഭയാണെങ്കിൽ അത് പണിയും. അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, തൊടുവാൻ കഴിയത്തില്ല. സ്തോത്രം. അപ്പോഴും നിന്റെ ചിന്ത എന്തുവാ, ഞങ്ങൾ മാത്രം ദൈവഭക്തർ, ഞങ്ങൾ മാത്രം സഭ എങ്കിൽ അതിന്റെ പേര് ദൈവസഭ എന്നല്ല, അതിന്റെ പേര് വക്രബുദ്ധി എന്ന, അതിന്റെ പേര് സാർത്ഥത എന്ന. അതൊരിക്കലും ദൈവത്തിന്റെ ആവത്തില്ല. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, സ്തോത്രം, TPM സഭയ്ക്കകത്ത് ദുരുപദേശം ഒരുപാടുണ്ട്. അത് പഠിപ്പിക്കാൻ നിന്ന് ഒരുപാടുണ്ട്. ദുരുപദേശത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ ദുരുപദേശം എന്തുവാ, ഞങ്ങളുടെ ദൈവദാസന്മാർ മാത്രമേ ഉള്ളൂ ദൈവദാസന്മാർ, ഞങ്ങളുടെ സഭ മാത്രമേ സഭയുള്ളൂ എന്ന് പറയുന്നവനെല്ലാം ദുരുപദേശം പഠിപ്പിക്കുന്നത്. ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ, നസറനായ യേശു. ഞങ്ങളുടെ സഭയുടെ നായകൻ യേശു, ഞങ്ങളുടെ ഭവനത്തിന്റെ നായകൻ യേശു. ഞങ്ങൾ ജീവിക്കേണ്ടത് ആർക്ക് വേണ്ടിയാ, യേശുവിന് വേണ്ടിയാ. ഒറ്റ കാഴ്ചപ്പാടിൽ നിൽക്കുന്ന ദൈവജനത്തെ ആർക്ക് മതി, ദൈവത്തിന് മതി. അല്ലാതെ കൊണ്ടുവന്ന് സംസാരിക്കുന്നതൊന്നും ദൈവസഭയെ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ഓടുന്നവല്ല, നമ്മൾ വിശുദ്ധരൊന്നുമല്ല. ആണോ? നമ്മൾ ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാം എന്തുവാ, വിശുദ്ധിക്ക് വേണ്ടി ഓടുക. വിശുദ്ധിക്ക് വേണ്ടി ആരെങ്കിലും പറയോ, ഞങ്ങൾ സ്നാനപ്പെട്ട ഞങ്ങളും ദൈവമക്കൾ ആയിരിക്കും, നിങ്ങളുടെ ദൈവമക്കളാണ് വളരെ ഉപകാരം, ഞങ്ങൾ ദൈവം ദൈവമക്കൾ ആ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഞങ്ങളെ തന്നെ എന്ത് ചെയ്യുക, കഴുകിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ രക്തത്താൽ കഴുകിക്കൊണ്ടിരിക്കുക. കഴിവ് തീർന്നിട്ടില്ല, കഴുകിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണം, കർത്താവിന്റെ വരവ് വരെ ഞങ്ങൾ കഴുകിക്കൊണ്ടിരിക്കും. കർത്താവ് വരുമ്പോൾ ഞങ്ങളെ കഴിവ് നിൽക്കും. കർത്താവ് വരുമ്പോൾ സ്തോത്രം. അതിനുവേണ്ടി ഇറങ്ങി നമ്മൾ ആരെയും മത്സരിക്കാനോ പ്രതികാരം തീർക്കാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഒന്നും അല്ല നമ്മൾ വന്നത്. നമുക്ക് തന്നിരിക്കുന്ന ദർശനത്തെ ഉയർത്തിക്കാട്ടി, ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് ജീവിക്കണം. അതിനുവേണ്ടി നമ്മൾ വന്നത് അല്ലേ. നമ്മൾ അല്ലാതെ ഒരു സഭയെ മുടിക്കാനോ ഒരു സഭയെ നിലനിർത്താനോ ഒന്നും അല്ല വന്നത്. നമുക്ക് ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ, കർത്താവിനെ ഉയർത്തണം. ദൈവം പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം ഒരു സഭ കൊണ്ടുപോകണം. ദൈവം പറഞ്ഞിരിക്കുന്ന വചനത്തെ അനുസരിക്കുന്ന സഭയായിരിക്കണം. അതിനുവേണ്ടിയുള്ള ഓട്ടമോ, അതിനുവേണ്ടിയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സ്തോത്രം. അല്ലാതെ സ്തോത്രം അടുത്ത സഭ വരുമ്പോൾ ഇതിനെ എങ്ങനെ മുടിപ്പിക്കണം? കർത്താവിന്റെ സഭയാണ് മുടിപ്പിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കർത്താവിനെ തൊടാൻ പറ്റും. ദൈവം പണിതിനെ തൊടാൻ പറ്റൂ? ദൈവം പണിതിനെ തൊടാൻ പറ്റത്തില്ല. അങ്ങനെ തൊടുന്നവന്റെ അവസാനത്തെ തൊടല. സ്തോത്രം. അവസാനത്തെ തൊടല. ഞാൻ നേരത്തെ പറഞ്ഞു, ആള് കൂടിയെന്ന് പറഞ്ഞാൽ സഭയാവത്തില്ല, ആള് കുറഞ്ഞെന്ന് പറഞ്ഞ സഭയാവത്തില്ല. ദൈവ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ മക്കൾ. പറയുക ശതുക്കരെ പരിശുദ്ധന്മാരെ സദൂക്കരെ നോക്കിയിട്ട് പറയുക, സർപ്പസന്തതികളെ വരുവാനുള്ള. നിങ്ങൾക്കില്ലേ ഈ കുരുട്ടുബുദ്ധി ആരാ പഠിപ്പിച്ചേ? യോഹന്നാൻ ചോദിക്കും, ഈ കുരുട്ടുബുദ്ധി പഠിപ്പിച്ച ആരാ? ഇപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പരിപാടി തീർന്നെന്ന് പറഞ്ഞാൽ ആരാ? ആദ്യം നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ചിന്തയുണ്ട്. ആ ചിന്തയെ പറഞ്ഞിട്ട് അവിടെ യേശുവിനെ കൊണ്ടുപോകും. യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടാവട്ടെ, മാനസാന്തരം ഉണ്ടാവട്ടെ. എങ്കിൽ നീ വന്ന് സ്നാനപ്പെട്ട പ്രയോജനമുണ്ട്. ബാക്കിയൊന്ന് വായിക്ക്, ഓടിച്ചു വരും. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും ചിലർ ഫലം വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അതിന് മുമ്പേ പറയുക, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളെ പഠിപ്പിച്ച ആരാ? ഈ ഉപദേശമല്ല തന്നെ ആരാ? എന്നിട്ട് അടുത്ത പറയുക, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി. ഇന്ന് പകരം നമ്മൾ ദൈവസഭയോട് പറയുന്നതാ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി. യേശു എന്നെ വിളിച്ച് തെരഞ്ഞെടുത്തു, ഞാൻ യേശുവിന് പ്രിയപ്പെട്ടവനാവാനുള്ള ഫലം കായ്ക്കണം. അതിനായി എന്നെ ഒന്ന് ഒരുക്കണം. എന്റെ സ്വഭാവം, എന്റെ സംസാരം, എന്റെ കാഴ്ച, എന്റെ കേൾവി എല്ലാം ദൈവത്തിന് പ്രയോജനപ്പെടണം. അതിലേക്ക് ദൈവം ഇന്ന് പകല് സഭയെ മാറ്റണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഭവനത്തെ മാറ്റണം, നമ്മുടെ തലമുറയെ മാറ്റണം, നമ്മുടെ കുടുംബത്തെ മാറ്റണം. ആർക്ക് വേണ്ടി? കർത്താവിന് വേണ്ടി. കർത്താവിന് വേണ്ടി. കർത്താവെ എന്ന് 10 വട്ടം വിളിച്ചിട്ടൊന്നുമല്ല കാര്യം. നമുക്ക് യഥാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? മാനസാന്തര ഫലം കായ്ക്കണം. നമ്മളിൽ ഒരു കഴുകൽ ഉണ്ടാവണം, ഒരു ശുദ്ധീകരണം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ മക്കളായി ആർക്ക് മാറാൻ പറ്റൂ? നമുക്ക് മാറുവാൻ കഴിയത്തുള്ളൂ. അവിടെ കുരുട്ട് ബുദ്ധിയൊന്നും വരത്തില്ല, ചിന്തകളൊന്നും വരത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആ പ്രിയ മകൾ പറഞ്ഞ പോലെ, ഞങ്ങൾ എക്സൈറ്റ്മെന്റ് ആരാ നടത്തുന്നത്? ആര് നടത്തുന്നതിന്റെ ലക്ഷ്യം? ദൈവം ഇറങ്ങി തരുന്ന ലക്ഷ്യം. അത് ദൈവത്തിന് പ്രസാദമാണെന്ന വിഷയം.
അത് ദൈവം ഒന്നിപ്പിക്കുന്നതാണെന്നുള്ള വിഷയം. ദൈവം ഒന്നിപ്പിക്കാത്തത് കുറച്ചുനാൾ കഴിയുമ്പോഴും പരിഹാസമാവുന്നതല്ല, അത് കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടത്തേ ഉള്ളൂ. കർത്താവ് ഒന്നിപ്പിക്കുന്നതേ നിൽക്കത്തുള്ളൂ. ഇതാ വിഷയം. ഈ ഒരു കാഴ്ചപ്പാട് ആർക്കുണ്ടാവണം? ദൈവമക്കൾക്ക് ഉണ്ടാവണം. അല്ലാതെ ആര് വന്നു പോയെന്നൊന്നുമല്ല വിഷയം. സഭ വലിയ സഭ, വലിയ ആൾക്കൂട്ടമാ സഭയെന്ന് അല്ല. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നതാണ് വലിയ സഭ. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങാത്തത് വലിയ സഭയല്ല. ആള് കുറച്ചേ കാണും, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതാണ് ദൈവസ്ഥനിൽ വലിയ സഭ. പറഞ്ഞു പാപത്തിന്റെ വഴി വിശാലതയാണ്. സ്തോത്രമാലിലെ പാപം കണക്ക് പറഞ്ഞില്ലെങ്കിൽ അനേകം വരും. സ്തോത്രം, അനേകം വരും. ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നത് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനെ അല്ല കർത്താവിന് വേണ്ടത്. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. സ്തോത്രം. കണ്ടോ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന സാധനമില്ല. നമ്മളെല്ലാം ആറ് മക്കളാണ്, അബ്രഹാമിന്റെ മക്കളാണ്. ഇവരുടെ ചിന്ത ഞങ്ങൾ മാത്രമേ അബ്രഹാമിന്റെ മക്കൾ. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളല്ല ആരുടെ പൈതലാണ്? അബ്രഹാമിന്റെ സന്തതിയാണ്. അബ്രഹാമിന്റെ സന്തതിയാണ്. ബൊമ്മാരുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം ഇതാ. കാര്യം എന്തുവാ? ബൊമ്മാർ എവിടെ ചെന്നാലും എവിടെങ്കിലും ബൊമ്മാരുടെ പാവത്തെ ഏറ്റു പറഞ്ഞ് പാവത്തെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ നീ ആരാ പറയാൻ? ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ. ഇന്ന് പലരും അതാ, ഞങ്ങൾ ഇന്ന സഭക്കാരാ, ഞങ്ങൾ ഇന്ന ആൾക്കാരാ, ഞങ്ങൾ ആരാന്നറിയാം, ഞങ്ങളുടെ സഭയ്ക്ക് ഇത്രയും ശാഖകളോ ഒന്നായിട്ടൊന്നും ഒരു കാര്യമില്ല. സ്വർഗത്തിൽ എടുക്കപ്പെടുവോ നിന്റെ സഭ? നിന്റെ പാസ്റ്ററും കുടുംബവും സഭയ്ക്ക് സ്വർഗത്തിൽ എടുക്കപ്പെടുവോ? വിശ്വാസികൾ സ്വർഗത്തിൽ എടുക്കപ്പെടുവോ? കർത്താവ് വരുമ്പോൾ കൂടെ പോവോ? കാന്തനൊപ്പം പോവോ? പണവാട്ടി പോവോ? എങ്കിൽ നിന്റെ സഭയാ ഏറ്റവും വലിയ സഭ. സ്തോത്രം. ഇത് ഇവന്മാർ ഉള്ളം കൊണ്ട് പറച്ചില്ല. എന്തുവാ? ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട്, ഞങ്ങൾ 3 തലമുറ കൊണ്ട്, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഞങ്ങൾ സന്യാസിയപ്പന്റെ അത്രയും തലമുറ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്. ദൈവസഭയ്ക്കകത്ത് പോകുന്ന ദൈവമക്കളാണ്, സ്നാനപ്പെട്ട ദൈവമക്കളാണ്, പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല. കാര്യം എന്തുവാ? വചനമല്ല അവരുടെ ഉള്ളിൽ കയറിയേ, സഭാ സ്പിരിറ്റ് കയറിയേ, സംഘടന സ്പിരിറ്റ് കയറിയേ. അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുത്തു മാറ്റാൻ പറ്റത്തില്ല. ആദ്യം അതെടുത്ത് മാറ്റി. സദൂക്കരും പരീക്ഷന്മാരും വരുമ്പോൾ യോഹന്നാൻ പറഞ്ഞ പോലെ ഇന്ന് പകല് ഞാൻ വിളിച്ചു പറയുക, സ്തോത്രമാല എന്റെ കുടുംബത്തിനകത്ത് തന്നെ വിളിച്ചു പറയുക. ആദ്യം ആ സ്വഭാവം എടുത്ത് മാറ്റി, സഭാ സ്പിരിറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ യേശുവിനെ കൊണ്ടുപോകും. യേശുവിനെ കൊണ്ടുവരുന്ന ഇതിന്റെ കുടുംബത്തിനകത്ത് എന്തുണ്ടാവും? ഐക്യത ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. യേശു നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. സ്തോത്രം. സമ്പത്ത് തരുന്ന അനുഗ്രഹം, സമാധാനം തരുന്ന അനുഗ്രഹം, സന്തോഷം തരുന്ന അനുഗ്രഹം, ദൈവവുമായിട്ടുള്ള ബന്ധം കൂടുന്ന അനുഗ്രഹം. പിന്നെ ഈ സമ്പത്തെല്ലാം വരുന്നത് അത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം ആരുമായിട്ട് ബന്ധം ഉണ്ടാവണം? ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാവണം. ദൈവത്തിന് നമ്മളെ തിരിച്ചറിയണം. ദൈവത്തിന് നമ്മളെ തിരിച്ചറിയണം. കഴിഞ്ഞ ആഴ്ച കിങ്സ് ദൈവത്തിന്റെ ദൂത് പറഞ്ഞു, സഭയെക്കുറിച്ച് ശക്തമായ ദൂത് പറഞ്ഞു. എന്ത് പറഞ്ഞു? സ്തോത്രം. ഒരു കുടുംബത്തിന് വെങ്കൽ കൊണ്ടുകൊണ്ടിരിക്കുക, ഒരു കുടുംബത്തിന്റെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുക. അവർക്ക് കൊടുക്ക്. സ്തോത്രം. മതി. ഒരു കുടുംബം തൊട്ടാ മതി, ഒരു കുടുംബത്തിന്റെ സമാധാനം കിട്ടാൻ മതി. സഭാഹോളോ സഭയോ എല്ലാ വീടും എല്ലാം വരും ഒന്നിച്ചു വരാൻ. ഒറ്റ ഒരുത്തനെ തൊട്ടാൽ മതി. സ്തോത്രം. ഒറ്റ ഒരുത്തനെ തൊട്ടാൽ മതി. അവന് ഒരു വട്ടം ഒന്ന് ചിന്തിച്ചാൽ മതി, ദൈവം ഒന്ന് കൊടുത്താൽ മതി. സ്തോത്രം. ഇങ്ങനെ ഒരു കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചു. അവന്റെ കുടുംബം സമാധാനമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. അവന് സമാധാനം വരും. അവനെ ദൂത് നിവൃത്തിയാക്കുമ്പോ സമാധാനം വരും. നമ്മളും അതാ പ്രാർത്ഥിക്കുന്ന, ഒറ്റ ഒരുത്തം മതി, ഒറ്റ ഒരു കുടുംബം മതി ദൈവം തൊടാൻ, ദൈവത്തിന് തരാൻ. സ്തോത്രം. നമ്മളെ കുടുംബത്തിനല്ല പ്രാർത്ഥന കൊടുക്കുന്നത്, ആ കുടുംബത്തെ തൊട്ട ദൈവത്തിന് പ്രാർത്ഥന കൊടുക്കുന്നത്. ഞങ്ങൾ ദൈവത്തോടല്ല വിളിക്കുന്നത്, കുടുംബത്തോടല്ല വിളിക്കുന്നത്. ഇന്ന് പ്രിയ ദൈവങ്ങളെ, കുടുംബമല്ല നമ്മുടെ വിഷയം, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് വിഷയം. ഞങ്ങൾ ആ ദൈവത്തെ ആരാധിക്കുന്നത്. ആ ദൈവത്തിന് തരുവാൻ കഴിയാത്ത ഒന്നുമില്ല. ഈ കുടുംബം മാറിയാൽ 100 കുടുംബത്തെ പ്രശ്നം ഒറ്റ പ്രശ്നമാണ്. എന്തുവാ? അകത്ത് കിടപ്പുണ്ട്. എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഏതാണ്? ഞങ്ങൾ ദൈവത്തിന്റെ അടുത്താണ്, പക്ഷെ ആരുമായിട്ട് ബന്ധമില്ല, ദൈവമായിട്ട് ബന്ധമില്ല. ദൈവമായിട്ട് ബന്ധമില്ല. ഇപ്പൊ ഒരു വിശ്വാസം എന്ന് വയ്ക്കുക, ഞങ്ങൾ വിശ്വാസത്തില്ല. അപ്പൊ നിങ്ങൾ ഉടനെ നമ്മൾ വെച്ചു ഞങ്ങൾ വലിയ വിശ്വാസത്തില്ല.
അത് കാണിക്കാമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് കാണിക്കാമെന്നല്ല ആഗ്രഹിക്കുന്നത്. ചിലർ പറയും ഞങ്ങൾ വലിയ വിശ്വാസത്തിൽ പറയുന്നത് ഐപീസിലാവുന്നത്. നീ ഐപീസിലോട്ട് ഇരുന്നാ മതി, ഷാരോടെ കൊണ്ട് ഇരുന്നാ മതി. ഇൻഡിപെൻഡ് ഞങ്ങള് തിരുപ്പാസിലവിടെ മതി, അവിടെ ഇരുന്നാ മതി. അത് തിരുപ്പാസ് പോകുന്നു നമുക്ക് നോക്കാം. പിന്നെ വിശ്വാസി പോകുന്നു. സ്തോത്രം. അത് ഐപീസി ഇരിക്കുന്ന നേതാക്കന്മാർ പോകുന്നു നോക്കാം. സ്തോത്രം. ഇതെല്ലാം ആരാ ചിന്തിപ്പിക്കുന്നത്? ഞാനാണ് ചിന്തിക്കുന്നത്, എന്റെ സഭയാണ് ചിന്തിക്കുന്നത്, ദൈവമാണ് ചിന്തിക്കുന്നത്. ദൈവമായിട്ട് ബന്ധം ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. ദൈവമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ പുറപ്പാട്ട് പോകും. ചിലവർ ചിന്തയുണ്ട് ഞങ്ങൾ ഇന്നതാ. പണ്ട് ഞങ്ങൾ എവിടെ പോയിട്ട് ഞങ്ങൾ CPM സന്യാസിപ്പെട്ട കൊച്ചുമകളാ ഈ പറച്ചിലായിരുന്നു. ആരുമായിട്ട് ബന്ധമില്ല, ദൈവമായിട്ടൊരു ബന്ധമില്ല. സന്യാസിയപ്പൻ ഏതാണെന്ന് പോലും അറിയത്തില്ല, എങ്കിലും പറയുന്ന കൊച്ചുമോനാണ് പറയുന്നത്. സ്തോത്രം. അല്ല, അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, ജീവനോട് കണ്ടിട്ടില്ല, എങ്കിലും പറയുന്ന കൊച്ചുമോനാണ്. ഇതെല്ലാം ഉടച്ചതാരാ? യേശു വന്നപ്പോഴാ. സന്യാസിയപ്പനല്ല വിഷയം, കുടുംബമല്ല വിഷയം, യേശു വിഷയം. യേശു ഉള്ളത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സന്യാസിയപ്പനോ കുടുംബക്കാരോ ബന്ധുക്കളൊന്നും അല്ല വിഷയം. ആരാ വിഷയം? എന്റെ യേശു വിഷയം. ഞാൻ ഒന്നും അല്ലെന്ന് മനസ്സിലായി, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. ഞാൻ താഴ്ത്താൻ തുടങ്ങി. സ്തോത്രം. കഥാവനദാസൻ സ്പർജൻ എന്ന് പറഞ്ഞ ദേവദാസൻ അശകയുടെ ഒരു മൂത്ത മകനാണ്. ഈ ദേവദാസൻ വന്നെ ദൈവവചനം പഠിപ്പിക്കപ്പെടാ. ഞാൻ ആ ദേവദാസനുമായിട്ടുള്ള ബന്ധം കൂടുമ്പോഴാണ്, ആ ദേവദാസനുമായിട്ടുള്ള ആഴമായ ബന്ധം കൂടുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്നതാ. ഞാനും ആരുമായിട്ട് ബന്ധമില്ല, യേശു ക്രിസ്തുവായിട്ട് ബന്ധമില്ല. ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? പാരമ്പര്യത്തെ മാറ്റി നിർത്താൻ തുടങ്ങി. പാരമ്പര്യങ്ങൾ എന്റെ ഉള്ളത്തിൽ നിന്ന് പോകാൻ തുടങ്ങി. ഞാൻ ആരെ അടുപ്പിക്കാൻ തുടങ്ങി? യേശുവിനെ അടുപ്പിക്കാൻ തുടങ്ങി. അപ്പോഴും ഞാനും യേശുവിനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ വിശുദ്ധരല്ല, വിശുദ്ധനൊറ്റ ഒരാളേ ഉള്ളൂ, അത് നസറനായ യേശു. അല്ലാതെ കർത്താവിന് പറയായിരുന്നു എന്റെ വിശുദ്ധനായ അമികാല പത്രോസിന്റെ പിന്നാലെ പോകും എന്ന് പറയായിരുന്നു. പറഞ്ഞോ കർത്താവ്? കർത്താവ് ആരുടെ പിന്നാലെ വരാനാ പറഞ്ഞേ? എന്റെ പിന്നാലെ വരാൻ. കർത്താവിന് പറഞ്ഞില്ലായിരുന്നോ പത്രോസ് വിശുദ്ധനല്ലായിരുന്നോ? കർത്താവിന് വേണ്ടി ചത്തവനാ, കർത്താവിന് വേണ്ടി എന്തിനും തയ്യാറായിട്ട് നിന്ന വ്യക്തിയാ, മരിച്ച വ്യക്തിയാ, ദൈവത്തിന് വേണ്ടി എന്നും തയ്യാറാ. പക്ഷെ പത്രോസിന്റെ പുറകെല്ല പറഞ്ഞേ, ആരുടെ പിന്നാലെ പറഞ്ഞേ? എന്റെ പിന്നാലെ വരാനല്ല പറയുന്നത്, കർത്താവ് യേശുവിന്റെ പിന്നാലെ. ഈ സഭയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആരുടെ പിന്നാലെ? യേശുവിന്റെ പിന്നാലെ. അതുകൊണ്ടാണ് നമ്മള് ഒരു സംഘടനയ്ക്കകത്തോ ഒരു ഗ്രൂപ്പിനകത്തോ ചേരാത്തതിന്റെ കാര്യം എന്തുവാ? നമ്മൾ ഓടുന്നത് യേശുവിനെ മാത്രമാണ്. യേശു എന്ന് പറയുന്നത് അത് ചെയ്യാൻ, അല്ലാതെ സംഘടന നേതാവ് പറയുന്നതനുസരിച്ച് അവൻ ഛർദ്ദിച്ചത് വീണ്ടും ഭക്ഷിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. യേശു എന്ന് പറയുന്നു അത് ചെയ്യുക. നാളെ യേശു പറയാം ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ ഇന്നത് ചെയ്യും. അതിനു വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തെ ആരാ ഭരിക്കേണ്ടത്? എന്ന് പറഞ്ഞോർത്തു, എന്നെ ഭരിക്കേണ്ടത് ആരാ? യേശുവാ. ഇന്ന് ഇവരുടെ പ്രശ്നം എന്തുവാ? ദൈവമായിട്ട് അടുക്കാനുള്ള പ്രശ്നം, അടുക്കാതിരിക്കുന്നതിന്റെ പ്രശ്നം എന്തുവാ? ഇവരെ സർപ്പസന്തതികളിൽ വിളിച്ചതിന് വേണ്ടിയാ. ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് മൊത്തം അബ്രഹാമിന്റെ മക്കളാന്നുള്ള ചിന്തയാണ്. ആ ചിന്ത പൊളിഞ്ഞാലേ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ബാക്കി ഒന്ന് പെട്ടെന്ന് വായിച്ചിരിക്കുന്നു. ഒരു ദൂതനും പറഞ്ഞതിനകത്ത് പ്രാർത്ഥിച്ച് നിർത്തുവാനെങ്കിൽ സ്തോത്രം. കണ്ടോ? ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന്റെ മക്കളെ ഉളവാക്കണമെങ്കിൽ ആദ്യം ചിന്തിച്ചാൽ പറ്റും. ദൈവം പറയുക ഈ കല്ലിൽ നിന്ന് എന്റെ മക്കളും ഉണ്ടാകും, അബ്രഹാമിന്റെ മക്കൾ ഉണ്ടാവട്ടെ, എന്റെ ദാസന്റെ മക്കൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് പുഷ്ടിയും ആരോഗ്യമുള്ള മക്കളെ ഉണ്ടാക്കാൻ പറ്റും. ദൈവം അങ്ങനെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ, ഇല്ല പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ദൈവം ഇല്ല എന്ന് പറഞ്ഞു. ദൈവം ഉണ്ടെങ്കിൽ അപ്പോഴിറങ്ങി പ്രവർത്തിക്കും. അപ്പോഴിറങ്ങി പ്രവർത്തിക്കാൻ കർത്താവിന് കല്ലിൽ നിന്ന് മക്കളെ ഉണ്ട്. കല്ലിന്റെ മക്കളെ അല്ല കർത്താവിന് വേണ്ടത്, മനുഷ്യന്റെ മക്കളെ. ദൈവത്തെ ഏറ്റെടുക്കുന്ന, ദൈവത്തിന് വില കൊടുക്കുന്നവരുടെ മക്കളെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സ്വന്തം മാതാവിനെ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായത്. എനിക്ക് വേണ്ടിയുള്ളത് അനിത്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായോ? അടുത്ത വന്നു ആദാമിന്റെ മക്കളെ, അവരുടെ മക്കളെല്ലാം പാപത്തിൽ പെരുകി വന്നു. അതിനകത്തുനിന്നെല്ലാം ദൈവം നല്ലതിനെ നോക്കി തെരഞ്ഞെടുത്ത് മാറ്റിയിട്ട് ലാസ്റ്റ് ദൈവവും മനുഷ്യരുമായിട്ടുള്ള പാപത്തിന്റെ കറ കിടക്കുന്നത് പോക്കാൻ ആരെ കൊണ്ടുവന്നു? സ്വന്തം പുത്രനെ കൊണ്ടുവന്നിറക്കി യാഗം അർപ്പിച്ചു. അവന്റെ ജീവനെ വില കൊടുത്ത് അവന്റെ ജീവനെ അർപ്പിച്ചു. അവന്റെ രക്തത്താൽ കഴുകി ആരെ നേടി? നമ്മളെ നേടി. യേശുവിന്റെ വഴിയെ നമ്മൾ ആരെ നേടിയേ?
ദൈവത്തെ നേടിയ കർത്താവിന് വേണമെങ്കിൽ കല്ലിൽ നിന്ന് ഉളവാക്കാം. ഇവന്മാര് പറയുന്ന പോലെ ഈ മനുഷ്യന്റെ ബുദ്ധി ഇപ്പം നടക്കട്ടെ ഇവിടെ അത്ഭുതം, അതൊന്നും അല്ല ദൈവം ചെയ്യുന്നത്. ദൈവത്തിന് ചെയ്യേണ്ട കാര്യമേ ദൈവം ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാ ചിലവര് പറഞ്ഞത് ആംബുലൻസുകാരെ കൊണ്ടുപോവാ, വെല്ലുവിളിക്കാനുള്ളതല്ല ശുശ്രൂഷ, താഴ്മയോട് ഏൽപ്പിക്കാനുള്ളതാ. ദൈവം വിടിവിക്കേണ്ടവരെ മാത്രമേ ആര് വിടിവിക്കത്തുള്ളൂ? കർത്താവ് വിടിവിക്കത്തുള്ളൂ, സൗഖ്യമാക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിക്കണം, കർത്താവ് എന്റെ രോഗിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ, സൗഖ്യമാക്കാം. അപ്പൊ കർത്താവ് എന്നാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കൈ വെച്ചോണം, സൗഖ്യമാണ്, സൗഖ്യം. കർത്താവ് പറയുക പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണ്ട, അവിടെ ഒന്നും നടക്കത്തില്ല, ഇത് നടക്കത്തില്ല. സ്തോത്രം. എനിക്ക് ഈ ശുശ്രൂഷ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും വിടുതൽ ഇല്ല, ദൈവം ആഗ്രഹിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞേ, സറാഫത്തിൽ അനേകം വിധവന്മാരുണ്ടായിരുന്നു, സറാഫത്തിലെ വിധവയുടെ അടുത്ത് മാത്രമാണ് ഏലിയാവിനെ അയച്ചത്. അവിടെ ആ ദേശത്ത് ആ പട്ടണത്തിൽ ഒരുപാട് വിധവന്മാരുണ്ട്, അവർക്കൊന്നും അത് ഭാഗ്യം ലഭിച്ചത് സറാഫത്തിലെ വിധവയാണ്. കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്നവളാണ്, അവളും മകനും പറഞ്ഞാൽ ഏറ്റെടുക്കുന്നവളാണ്. നമ്മളത് കണ്ടു അല്ലയോ? അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വെച്ചത് പോലും ആർക്ക് കൊടുത്തു? ആദ്യം ഒന്ന് മടിപ്പിച്ചു, അതങ്ങോട്ട് എടുത്തു പറഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കുന്ന ആഹാരം ആർക്ക് കൊടുത്തു? അവര് മരിക്കാതിരിക്കുന്നവരാ, അത് കഴിച്ചിട്ട് മരിക്കാൻ, അതൊന്നും അവർ നോക്കിയില്ല. അവർ ദൈവദൂഷണെ മാനിച്ചു, ദൈവം ആ കുടുംബത്തെ മാനിച്ചു. സ്തോത്രം. പറയുക, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന്റെ മക്കളെ ആർക്ക് ഉളവാക്കാൻ പറ്റും? ദൈവത്തിന് ഉളവാക്കാൻ പറ്റും. നിങ്ങൾ അലങ്കരിക്കേണ്ട. കർത്താവ് പറയുക, ഉള്ളുകൊണ്ടാകും. ഇന്ന് പല പാരമ്പര്യ സഭകളെ നോക്കി ഇത് തന്നെ വിളിച്ചു പറയുന്നത്, നിന്റെ എല്ലാം ഉള്ളിൽ കിടക്കുന്ന ഈ കറ എടുത്ത് മാറ്റിയാൽ നിനക്ക് യേശു ക്രിസ്തുവിനെ കാണാൻ പറ്റും, നിന്റെ മേൽ പകർന്നിരിക്കുന്ന യേശുവിനെ അനുഭവിക്കാൻ പറ്റും, മാനസാന്തരത ഫലം കായ്ക്കാൻ പറ്റും. മാനസാന്തരത ഫലം നീ കായ്ക്കുന്നുവെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ നിനക്ക് അവകാശമുണ്ടാവും. ഇന്ന് നമ്മൾ സഭയ്ക്കകത്ത് അത് തന്നെ പറയുന്നത്, നമുക്ക് മാനസാന്തരത്തിന്റെ ഫലം കായ്ച്ചാൽ മതി. നമുക്ക് ആരോടും മത്സരമില്ല, നമ്മൾ ആരോടും മത്സരിക്കാൻ വന്നതല്ല, കർത്താവ് പറഞ്ഞത് ചെയ്യാൻ വന്നവരാണ്. കർത്താവ് എന്തൊക്കെ നമ്മളെ ഏൽപ്പിക്കുന്നു അതെല്ലാം ഈ ദിവസങ്ങൾക്ക് നമ്മൾ ചെയ്തേ പറ്റൂ. എങ്കിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹവും മഹത്വവും ആർക്ക് പ്രാപിക്കാം? നമുക്ക് ഓരോരുത്തരും പ്രാപിക്കാം. ഒരു നിമിഷം എല്ലാ ദൈവമക്കൾക്ക് എഴുതേക്കാം, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, ദൈവം വെച്ചിരിക്കുന്ന നന്മ എന്റെ കുടുംബത്തിനകത്ത് വരാവും, ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹമേ എന്റെ കുടുംബത്തിനകത്ത് വരാവും. അതല്ലാത്ത ഒരു അനുഗ്രഹവും വിടുതലും എനിക്ക് വേണ്ട. കർത്താവ് ഇന്ന് പകൽ തന്നെ തുടരണേ അപ്പ. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല അപ്പ. എനിക്ക് കുടുംബത്തിന് പ്രതികൂലമായി നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും ഇന്ന് പകൽ ദൈവം അഴിച്ചു മാറ്റുക. ദൈവമേ, എനിക്ക് ദൈവമായിട്ട് ബന്ധപ്പെടുക, എനിക്ക് ദൈവമായിട്ടുള്ള ആഴമായുള്ള ബന്ധം ഇരട്ടിയാവുക. ദൈവം ഇന്ന് പകൽ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണയപ്പ, ഇന്ന് പകൽ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണയപ്പ. ആത്മീയ കാഴ്ചപ്പാടിലേക്ക് എന്റെ ദൈവം ഇരട്ടിയായിട്ട് ദൈവം കൊണ്ടുവരണേ അപ്പ. സദൂക്കർക്ക് കിട്ടിയ കാഴ്ചപ്പാടല്ല ഞങ്ങൾക്ക് വേണ്ടത്, പരിശീലനം കിട്ടിയ കാഴ്ചപ്പാടല്ല വേണ്ടത്. അമ്മ ഉള്ളം കൊണ്ട് അബ്രഹാമിന്റെ മക്കളാ ഞങ്ങളെന്ന് പറയുന്ന കാഴ്ചപ്പാടല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന ദൈവം ഞങ്ങളുടെ പാപത്തെ ഏൽപ്പിച്ച് ഞങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിക്കുന്ന ആ വലിയ കാഴ്ചപ്പാടിലേക്ക് നിന്ന് വരട്ടപ്പ. ദൈവം മാനസാന്തരത്തിന്റെ യോഗ്യമായി ഫലം കായ്ക്കുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് തൊടട്ടെ. ആ ദൈവത്തിന്റെ മഹത്വം ഇന്ന് ഞങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തെ ഇന്ന് പകൽ ദൈവം സഹായിക്കണേയപ്പ. തലമുറകൾ അനുഗ്രഹപ്പെടണേയപ്പ. എന്റെ ഭവനത്തിന്റെ നായകൻ ക്രിസ്തുവാ, എന്റെ ഭവനത്തിന്റെ നായകൻ ക്രിസ്തുവാ. അപ്പോഴെന്റെ ക്രിസ്തു പറയുന്ന ചോദ്യങ്ങൾ, ക്രിസ്തു പറയുന്ന മറുപടി മതി എന്റെ കുടുംബത്തിനകത്ത്, ക്രിസ്തു പറയുന്ന വാക്ക് മതി എന്റെ കുടുംബത്തിനകത്ത്. എന്റെ സഭയുടെ നായകൻ ക്രിസ്തുവാ, ക്രിസ്തു പറയുന്ന വാക്കുകൾ മതി ഈ സഭയ്ക്കകത്ത്. അപ്പൊ മാനുഷ്യ വാക്കുകൾക്കല്ല പ്രാധാന്യം, മാനുഷ്യ ചിന്തകൾക്കല്ല പ്രാധാന്യം.